നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി നന്നായി നമുക്ക് വായിക്കാം. വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദത്തിൽ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. റെഡി? ഉറവുവാതിൽ മിസ്പ ദേശത്തിൻ്റെ പ്രഭുവായ കോൽഹൊസയുടെ മകനായ ശലൂൻ അറ്റകുറ്റം തീർത്തു. അവൻ അത് പണിത് മേച്ചൽ കഴിച്ച് കതക്, ഓടാമ്പൽ, അന്താഴം ഇളക്കി രാജോദ്യാനത്തിൻ്റെ നീർപ്പാത്തിക്കരികെയുള്ള കുളത്തിൻ്റെ മതിലും ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പടി വരെ തീർത്തു. അവൻ്റെ അപ്പുറം ബത്സൂർ ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ അസ്ബൂക്കിൻ്റെ മകൻ നെഹമ്യാവ് ദാവീദിൻ്റെ കല്ലറകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിച്ച കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം ലേവ്യരിൽ ബാനിയുടെ മകൻ രഹൂം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം കെയീലാദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹശബ്യാവ് തൻ്റെ ദേശത്തിൻ്റെ പേർക്ക് അറ്റകുറ്റം തീർത്തു. അതിൻ്റെ ശേഷം അവൻ്റെ സഹോദരന്മാരിൽ കെയീലാദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹോനാക്കിൻ്റെ മകൻ ബബായി അറ്റകുറ്റം തീർത്തു. 19-ാം വാക്യം. അവൻ്റെ അപ്പുറം മിസ്പ പ്രഭുവായ യേശ്വയുടെ മകൻ ഏസൻഗോണിലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. നമ്മളിന്ന് ഈ ടൈറ്റിൽ പറയുന്നതിന് മുൻപ് 16-ാം വാക്യം തുടങ്ങി 19-ാം വാക്യം വരെയുള്ള ചില വ്യക്തികളല്ല, ചില പദങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഈ ദൂതിലൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ചില വ്യക്തികളല്ല, ചില പദങ്ങളെ. സ്തോത്രം. അവൻ്റെ അപ്പുറം ബത്സൂർ ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹസ്ബൂക്കിൻ്റെ മകൻ നെഹമ്യാവ്. പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി നെഹമ്യാവ്. കേൾക്കുക, നോക്കിയാട്ടെ. ഈ നെഹമ്യാവ് മതിൽ പണിതതായ നെഹമ്യാവ് അല്ല, മറ്റൊരു നെഹമ്യാവാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? പല യൂതമാർ ബൈബിളിലുണ്ട്. ആരും മിണ്ടുന്നില്ല. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, പല യൂതമാർ ബൈബിളിലുണ്ട്, പല മാർഗ്യമാർ ബൈബിളിലുണ്ട്, പല യേശുമാരും ബൈബിളിലുണ്ട്. ഇവിടെ ഇതാ പല നെഹമ്യാവുമാർ ബൈബിളിലുണ്ട്. ഈ നെഹമ്യാവ് മതിൽ പണിതവനല്ല, ഇവൻ പാനപാത്രവാഹകനല്ല, അവൻ ഗവർണറല്ല. 3 ടൈറ്റിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സിംഗിൾ ടൈറ്റിലല്ല ഈ തലമുറയിൽ അറിയപ്പെടുന്നത്. നിങ്ങളൊരു മൾട്ടി ടൈറ്റിലിൽ ദൈവകൃപയാൽ അറിയപ്പെടുവാൻ പോകുന്നു. അർത്ഥം, നിങ്ങളെ കൊണ്ട് ഒരു കാര്യമല്ല ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു കൂട്ടം കാര്യം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നെഹമ്യാവ് പാനപാത്രവാഹകനായിരുന്നു, അവൻ ഗവർണറായിരുന്നു. നമ്പർ 3, അവൻ മതിൽ പണിതവനായിരുന്നു. പക്ഷേ ഈ നെഹമ്യാവ് അതല്ല. മതിൽ പണിതതായ ഗവർണറായ പാനപാത്രവാഹകനായ നെഹമ്യാവിനെ 3-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. പക്ഷെ 3-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പണിതതായ മതിലിനെ കാണുവാൻ കഴിയും. പണിതതായ മതിൽ സക്സസിനെ കാണിക്കുന്നു. മതിൽ പണിത്, പക്ഷെ നെഹമ്യാവിനെ കാണുവാൻ കഴിയുന്നില്ല. സക്സസ് ആയ ചില കമ്പനികളുടെ മുൻപിൽ അതിനെ പണിതുയർത്തിയതായ അതിൻ്റെ CEO കാണണമെന്നില്ല. സക്സസ് ആയ ഒരു ചർച്ചിൽ എപ്പോഴും പാസ്റ്റർമാർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകണം എന്നില്ല. പല സക്സസ്സുകളെയും പല ജയഗാഥകളെയും രചിച്ചവർ ഒരിക്കലും ലൈം ലൈറ്റിൽ പ്ലാറ്റ്ഫോമിൽ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ സക്സസ് ആയ നല്ല വീരന്മാർ, ചില സ്തോത്രം സക്സസ് ആയ ഉന്നതന്മാർ, അവർ മുൻപിൽ നിന്നായിരിക്കത്തില്ല, ചിലപ്പോൾ പിൻപിൽ നിന്നായിരിക്കും പലതിനെ നയിക്കുന്നത്. ഹല്ലേലൂയ. നെഹമ്യാവ് 3-ാം അധ്യായത്തിൽ ആബ്സെൻ്റ് ആണ്. പക്ഷേ സ്തോത്രം 3-ാം അധ്യായത്തിൽ നെഹമ്യാവിനെ കാണുന്നില്ല എങ്കിലും ദൈവകൃപയാൽ മതിലിൻ്റെ പണി നടക്കുകയുണ്ടായി. ഓക്കെ, തുടരാം. സ്തോത്രം. വീണ്ടും നെഹമ്യാവെന്ന പദത്തിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എല്ലാവരും വായിച്ചാട്ടെ. ദാവീദിൻ്റെ കല്ലറ. പറഞ്ഞാട്ടെ, ദാവീദിൻ്റെ കല്ലറ. നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം. എല്ലാവരും പറഞ്ഞാട്ടെ, വെട്ടിക്കുഴിച്ച കുളം. പിന്നെ വീരന്മാരുടെ ആകാരം. പറഞ്ഞാട്ടെ, എന്താണ്? വീരന്മാരുടെ ആകാരം. ദെൻ സ്തോത്രം. അടുത്ത
വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി പേരുടെ പേരുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 18-ാം വാക്യം, സ്തോത്രം 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അതിൻ്റെ അപ്പുറം മിസ്ബാ പ്രഭുവായ യേശുവയുടെ മകൻ ഏസൻകോണിലെ ആയുധശാല. എല്ലാവരും പറഞ്ഞാട്ടെ, ആയുധശാല. സോ ഈ പദങ്ങളാണ് ഉറവുവാതിൽ എന്ന ടൈറ്റിലിൽ നാം ദൈവകൃപയാൽ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. ഉറവുവാതിൽ. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ദൂതിൻ്റെ ടൈറ്റിൽ ഇതാണ്, ദ ഫൗണ്ടൻ ഗേറ്റ്, ഉറവ് വാതിൽ. ഒന്നാമതായി ദൈവകൃപയാൽ നാം കേൾക്കുകയുണ്ടായി 2500 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായ യെരുശലേമിന് ചുറ്റുമുള്ളതായ മതിലിനെ ഇന്നത്തെ ഇറാഖിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് ആ മതിലിനെ പൊളിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ജനത്തിന് ചുറ്റും ഒരു മതില് ഉണ്ട്. അർത്ഥം നിങ്ങൾക്ക് ചുറ്റും, എനിക്ക് ചുറ്റും, നിങ്ങളുടെ വീടിന് ചുറ്റും, എൻ്റെ വീടിന് ചുറ്റും ഒരു മതിലുണ്ട്. വായ്, ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ നഷ്ടപ്പെടാതിരിപ്പാൻ. നമ്പർ 2, ലോകത്തിൽ കാണുന്നതായ തിന്മകൾ, അശുദ്ധികൾ നമ്മുടെ അകത്ത് വരാതിരിപ്പാൻ. തിന്മകൾ നിന്നെ കീഴ്പ്പെടുത്താതിരിക്കേണ്ടതിനും നന്മകൾ നിന്നിൽ നിന്ന് ചോർന്നു പോകാതിരിക്കേണ്ടതിനും സ്തോത്രം ദൈവകൃപയാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ഒരു മതിലുണ്ട്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഒന്നാമതായി നാം കേട്ടു ഷീപ്പ് ഗേറ്റ്, സ്തോത്രം ആട്ടുവാതിൽ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ വിടുതലും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരിച്ചു. അതാണ് സ്തോത്രം ഷീപ്പ് ഗേറ്റ് അർത്ഥമാക്കുന്നത്. ആട്ടുവാതിൽ അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചു. നമ്പർ 2, രണ്ടാമത്തെ മീനിങ് വളരെ ഗംഭീരമായി നാം കേട്ടു. ദേവാലയത്തിലേക്ക് ആടുകളെ യാഗത്തിന് വേണ്ടി കൊണ്ടുവരുവാൻ ഒന്നാമതായി നെഹമ്യാവ് ആരാധനയ്ക്ക് വേണ്ടിയുള്ള വഴിയാകുന്ന ആട്ടിൻ വാതിൽ തുറക്കുന്നു. ഒന്നാമത്തെ സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആരാധനയാകട്ടെ. ജീവിതം തുലഞ്ഞു പോകാതെ ഇരിപ്പാൻ. പണമല്ല, വിദ്യാഭ്യാസമല്ല, ട്യൂഷനല്ല, അതേ IELTS അല്ല, മറ്റേതെങ്കിലും കോഴ്സുകളല്ല. ഒന്നാമതായി നിന്റെ ജീവിതത്തിൽ ആരാധന ഉണ്ടാകട്ടെ. സഹോദരി സഹോദരന്മാരെ, അടുപ്പില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷേ ആരാധനയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഒന്നാമത് ആരാധന. നമ്പർ 2, ഫിഷ് ഗേറ്റ് അഥവാ സ്തോത്രം മീൻവാതിൽ. എന്താ മീൻവാതിലിന്റെ പ്രത്യേകത? രക്ഷിക്കപ്പെട്ട സകല ദൈവത്തിന്റെ മക്കളും ഓരോ സുവിശേഷകരാണ്. സ്തോത്രം. ശമരിയ പട്ടണത്തിലേക്ക് ആ സ്ത്രീ കടന്നുപോയി മെസ്സിഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ 100 കണക്കിന് അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകി എങ്കിൽ ദൈവകൃപയാൽ നിങ്ങൾക്ക് ലഭിച്ചതായ രക്ഷയുടെ സന്തോഷം സമൂഹത്തിൽ കൂടെ ജോലി ചെയ്യുന്നവരോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് നിങ്ങൾ പങ്കുവയ്ക്കണം. പരിശുദ്ധ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയത് ജിസനോ അതുപോലെയുള്ള വേറെ ആരെങ്കിലോ അതേ പാട്ട് പാടുമ്പോൾ താളത്തിന് കൈയടിച്ച് അന്യഭാഷ പറവാനല്ല. പരിശുദ്ധ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയത് ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാനത്രേ. ആ വാക്യം വീണ്ടും ഞാൻ പറയും. നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളാകും. കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറച്ചിരിക്കുന്നു. 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്. നിങ്ങൾ തിരുവനന്തപുരത്ത് പാർക്കട്ടെ, കേരളത്തിലാകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും പട്ടണത്തിലാകട്ടെ, മിഡിൽ ഈസ്റ്റിലാണോ, യൂറോപ്പിലാണോ, അതിനപ്പുറം അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിലാണോ, നിങ്ങൾ ഏത് കൾച്ചറിൽ പോയാലും ഏത് കളറുകളുടെ ഇടയിൽ പാർത്താലും ഒരിക്കലും മാറ്റമില്ലാത്ത ചില പ്രിൻസിപ്പിൾ ഉണ്ട്. അതിലൊന്നാണ് ദൈവത്തിൻ്റെ വചനം. ഒരിക്കലും മാറ്റം വരാത്താൻ പാടില്ലാത്ത, ഒരിക്കലും മാറാത്തതായ ചില ആത്മീയ തത്വങ്ങളുണ്ട്. അതാണ് മൂന്നാമത്തെ വാതിലാകുന്നതായ ഓൾഡ് ഗേറ്റ്. സ്തോത്രം. അതെ, പഴയ വാതിൽ അർത്ഥമാക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ന്യൂസ് പേപ്പർ എന്തിയെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെൽ കോഫി എന്തിയെ എന്ന് പറഞ്ഞല്ല ജീവിതം ആരംഭിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് അപ്പനും അമ്മയും മക്കളുമായി കുടുംബമായി പ്രാർത്ഥിച്ചാണ് ജീവിതം ആരംഭിക്കുന്നത്. എന്തൊരു ശാന്തത. റോങ് ചർച്ചായിപ്പോയി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സ്തോത്രം. അതെ, എന്തൊരു ശാന്തത. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ് കോഫിയിലല്ല ജീവിതം തുടങ്ങേണ്ടത്, ന്യൂസ് പേപ്പറിലല്ല ജീവിതം തുടങ്ങേണ്ടത്, വിശുദ്ധ ബൈബിൾ വായിച്ച ദൈവത്തിൻ്റെ തിരുമുഖം നോക്കി പ്രാർത്ഥിച്ചത്രയെ തുടങ്ങേണ്ടത്. കാരണം സ്തോത്രം, പണ്ടേ അറിയപ്പെടുന്നതായ ഒരു സേയിങ് ഉണ്ട്, ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ ദാറ്റ് വിൽ സ്റ്റേസ് ടുഗദർ. അടുക്കള കൊണ്ടല്ല ജീവിതം തുടങ്ങേണ്ടത്, പകരം പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ വിളിച്ചാണ് ജീവിതം തുടങ്ങേണ്ടത്. അതെ, കഷ്ടം അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് കേട്ടിട്ട് അത്രയും കഷ്ടം അനുഭവിക്കുന്നവരാണ് അവർ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
സ്തോത്രം. ആട്ടുവാതിൽ, മീൻവാതിൽ, പഴയവാതിൽ. സ്തോത്രം. പഴയവാതിൽ പ്രിൻസിപ്പുകൾക്ക് മാറ്റമില്ല. നമ്പർ 4, നാലാമത് നമ്മൾ കേട്ടു വാലി ഗേറ്റ്, താഴ്വരവാതിൽ. താഴ്വരവാതിൽ താഴ്മയെ കുറിക്കുന്നു. ജീവിതത്തിൽ താഴ്മ ആവശ്യം. മാതാപിതാക്കളുടെ മുൻപിൽ താഴ്മ ആവശ്യം. എത്ര വലിയ കുടുംബത്തിൽ നിന്ന് വന്നാലും, എത്ര വലിയ കൊമ്പുണ്ടെങ്കിലും ചർച്ചിൽ വരുമ്പോൾ താഴ്മ ആവശ്യം. അതേ സൺഡേ സ്കൂളിലെ അധ്യാപകരുടെ മുൻപിൽ താഴ്മ ആവശ്യം. കാരണം പുസ്തകം പറയുന്നു, താഴ്മയുള്ളവന് ദൈവം കൃപ നൽകുന്നു. ഇന്ന് പകരം ഗർവിയെ ദൈവം ദൂരത്ത് നിന്ന് അറിയുന്നു. താഴ്വരയിലാണ് ദൈവം പലതും പഠിപ്പിക്കുന്നത്. അപ്പുറത്തെ സെമിനാരിയിലും ബൈബിൾ കോളേജിലും സെമിനാറിലുമല്ല ദൈവം പഠിപ്പിക്കുന്നത്. സെമിനാരിയിലല്ല, ജീവിതത്തിൻ്റെ താഴ്വരയിലാണ് ദൈവം സ്തോത്രം അതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത വെളിപ്പാടുകളെ കലവറ തുറന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, യെരൂശലേമിന് മതിലുകളുണ്ട്, അതിന് വാതിലുകളുമുണ്ട്. വാതിലുകളില്ലെങ്കിൽ മതിൽ കൊണ്ട് എന്നാ പ്രയോജനം? ഒരിക്കൽ കൂടെ, വാതിലുകളില്ലെങ്കിൽ അതേ മതിൽ കൊണ്ട് എന്നാ പ്രയോജനം? അതുകൊണ്ട് സ്തോത്രം, യെരൂശലേം വാതിലുകളിൽ വെളിപ്പെടുന്ന സുവിശേഷ സത്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഗംഭീരമായി നാം കേൾക്കുകയുണ്ടായി കുപ്പവാതിൽ അഥവാ ഡങ്കേറ്റ്. കുപ്പവാതിൽ അർത്ഥമാക്കുന്നത് ക്ലീൻനെസ്സിനെ കുറിച്ചാണ്, ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. നാം ശുദ്ധീകരണം പറയുന്നവരല്ല, നാം ശുദ്ധീകരണം അഭിനയിക്കുന്നവരല്ല, നാം ശുദ്ധീകരണം അനുഭവിക്കുന്നവരാണ്. ആവശ്യമില്ലാത്തത് വാരിക്കൂട്ടി വീട്ടിലും ചിന്തയിലും സ്തോത്രം വീട്ടിലും അതേ ജീവിതത്തിനും ആവശ്യമില്ലാത്തത് വാരിക്കൂട്ടുന്നതല്ല അനുഗ്രഹം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത വ്യക്തികൾ, ആവശ്യമില്ലാത്തതായ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ആവശ്യമില്ലാത്ത പാപ സ്വഭാവങ്ങൾ ജീവിതത്തിൽ വാരിക്കൂട്ടുന്നതല്ല അനുഗ്രഹം. ദൈവമില്ലാത്തത്, വചനത്തിൽ ഇല്ലാത്തത് നിന്റെ ആ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ ആത്മീയ ജീവിതത്തെ പങ്കിലപ്പെടുത്തുന്നത് എന്നേക്കുമായി ദൂരേക്ക് എറിഞ്ഞു കളയുന്നതാണ് അനുഗ്രഹം. ബൈബിളിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രാപിച്ചെങ്കിൽ കണ്ണിൽ കണ്ടതും ചെവിയിൽ കേട്ടതും വാരിക്കൂട്ടിയത് കൊണ്ടല്ല, ആവശ്യമില്ലാത്തത് എറിഞ്ഞു കളഞ്ഞത് കൊണ്ടാണ്. അബ്രഹാമേ, കൽദയരുടെ ദേശത്ത് നീ എങ്ങനെയാ വിശ്വാസികളെ പിതാവായത്? അതെ, എനിക്ക് കളയാൻ ചിലതുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ വിളി ലഭിച്ചപ്പോൾ സ്തോത്രം, മെസൊപ്പൊത്താമിയയിൽ നിന്ന് ഞാൻ വെളിയിൽ വന്നു. മെസൊപ്പൊത്താമിയ ഞാൻ കളഞ്ഞത് കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു. റിയലി? വിക്കനായ മോശേ, ചരിത്രത്തിൽ രണ്ടാമനായ പ്രവാചകനായി നീ തീർന്നത് എന്തുകൊണ്ടാണ്? അത് ഫറവോന്റെ സിംഹാസനവും കൊട്ടാരവും ഞാൻ കളഞ്ഞത് കൊണ്ടാണ്. മരുഭൂമിയിൽ വെച്ച് മഹത്വത്തോടെ ആ ജനത്തെ നയിക്കേണ്ട ദൈവകൃപ ദൈവം എനിക്ക് തന്നത്. ആഹാ, എലീശായേ, നീ ഇരട്ടിപ്പങ്കിന്റെ പുതപ്പിനാൽ പൊതിയപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് എനിക്ക് കൃഷി ഉപകരണങ്ങളായി ചിലത് കളയേണ്ടതുണ്ടായിരുന്നു. എൻ്റെ പാരമ്പര്യത്തിൻ്റെ ചില പരിപാടികളും കൃഷിയും എനിക്ക് കളയേണ്ടതുണ്ടായിരുന്നു. ഞാനതിനെ യാഗമാക്കിയത് കൊണ്ടാണ് യോർദാൻ്റെ കരയിൽ വേറെ ആർക്കുമില്ലാത്തതായ പുതപ്പിനാൽ ഞാൻ കവർ ചെയ്യപ്പെട്ട് ഞാൻ കൃപയാൽ മുന്നോട്ട് പോകുന്നത്. ദാവീദേ, സ്തോത്രം, ഇടയനിൽ നിന്ന് നിന്റെ ചേട്ടന്മാർ രാജാവായില്ല, നീ ചക്രവർത്തിയായി. പരാജയമറിയാത്ത ചക്രവർത്തി. പറ, എന്തുകൊണ്ടാണ് പരാജയമറിയാത്ത ചക്രവർത്തിയായി നീ തീർന്നത്? അവൻ പറയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, ആ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയില്ല, തിരിഞ്ഞു നോക്കാതെ ഞാൻ മുന്നോട്ട് നടന്നു. കമാൺ, ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, ചിലതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കട്ടെ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത എന്തോ ഒന്നിനു വേണ്ടി, എന്തോ വൻ കാര്യത്തിന് വേണ്ടി ദൈവം നിന്നെ വിളിക്കുന്നു. ആ വീടവൻ കളഞ്ഞത് കൊണ്ട് ഇടയൻ അവൻ രാജാവായി തീർന്നു. സ്തോത്രം. അത് യെരൂശലേം വിട്ട് പുറത്തു വന്നത് കൊണ്ട്, സ്വന്തം പിതൃദേശം, സ്തോത്രം, പിതൃപട്ടണം കളഞ്ഞത് കൊണ്ട് മറ്റ് ദേശാധിപതികളെക്കാൾ, ഗവർണർമാരെക്കാൾ പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ പ്രാപിച്ച ശക്തനായി ദാനിയേൽ ഉയർത്തപ്പെടുകയുണ്ടായി. ഹേ പൗലോസേ, വെള്ളം വീഞ്ഞായപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല. ലാസർ പുറത്ത് വന്നപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ ക്രൗഡിൽ പൗലോസേ നീ ഉണ്ടായിരുന്നില്ല.
ബെഥാസ്ദ കുളക്കരയിൽ കിടന്ന 38 വർഷം പാരാലിസിസ് ആയി കിടന്നവനെ യേശു കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തിയപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ല. ഗെത്സമനയിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ 3 ശിഷ്യന്മാരുടെ കൂടെ നീ ഉണ്ടായിരുന്നില്ല. അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ ചുവട്ടിലും പൗലോസേ നിന്നെ ഞങ്ങൾ കണ്ടില്ല, പക്ഷേ നീ വെളിപ്പാടിൻ്റെ അപ്പോസ്തലനായി. പത്രോസിനേക്കാൾ, യോഹന്നാനേക്കാൾ, ബർത്തലോമായേക്കാൾ, അന്ത്രയോസിനേക്കാൾ, മറ്റേത് ശിഷ്യന്മാരെക്കാളും പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ഉപദേശം പൗലൂസിൻ്റെ ഉപദേശമാണ്. ഒരിക്കൽ കൂടെ 3.5 വർഷം കൂടെ നടന്നവനല്ല പുതിയ നിയമസഭയുടെ ഡോക്ടറിനിൽ നിൽക്കുന്നത്. സഭയെ നിർത്തിയ സ്തോത്രം, സഭയെ നിർത്തിയ ഉപദേശം ഒഴുകിയത് പൗലൂസിൻ്റെ തൂലികയിൽ നിന്നാണ്. 3.5 വർഷം കൂടെ നടന്നവർക്ക് സാധിക്കാത്തത് പൗലൂസേ നിന്നിലൂടെ സാധിച്ചത് എന്തുകൊണ്ടാണ്? തല ഉയർത്തിയ കഷണ്ടി തലയൻ തൻ്റെ കൂനുള്ള ആ ശരീരത്തിൽ നിന്ന് നിന്നെ നോക്കി പറയും, എനിക്ക് ലാഭമായത് എല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണിയത് കൊണ്ടാണ് ഈ ഓഫീസിൽ അവൻ എന്നെ കയറ്റിയത്. ലാഭമായത് എല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണിയത് കൊണ്ടാണ് സ്തോത്രം ഈ ലെവലിൽ ഞാൻ കയറ്റിയത്. സകല നാമത്തിന് മേലായ നാമമായി യേശുപ്പച്ച അങ്ങ് എങ്ങനെയാ ഈ പ്രൊമോഷൻ പ്രാപിച്ചത്? നെപ്പോളിയൻ ബോണപ്പാർട്ടല്ല, അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ല, മറ്റേതെങ്കിലും രാജാക്കന്മാരോ മതസ്ഥാപകരോ സ്തോത്രം ദൂതന്മാരോ വേറെ ആർക്കും ലഭിക്കാത്ത ഉന്നതമായ സ്ഥാനത്ത് അവിടെ നിർത്തിയത് എന്തുകൊണ്ടാണ്? കേക്ക് അത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ എനിക്ക് പിടിക്കാമായിരുന്ന പലതും ഞാൻ കളഞ്ഞത് കൊണ്ട് അവൻ എന്നെ വീണ്ടും ഉയർത്തി. യെരൂശലേമിലേക്ക് യേശു കർത്താവ് നടക്കുമ്പോൾ കൂടെ നടന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ യേശു അവർക്ക് മുൻപായി യെരൂശലേമിൽ നടക്കുകയാണ്. അപ്പോൾ പരിചയമുള്ള ഒരാളിനെ കണ്ടു. ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഗലീലയ്ക്ക് പോകുമ്പോഴും ഗലീലിൽ നിന്ന് യെരൂശലേമിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴും എരിഹോ വഴിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഈ എരിഹോ പാസ് ചെയ്യുമ്പോൾ നിന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അത് ശരിയാ, കാരണം ഞാൻ എരിഹോവിലെ ഫേമസ് കുരുടനാണ്. എൻ്റെ പേര് ബർത്തിമായി. റിയലി ബർത്തിമായി. നിൻ്റെ കണ്ണിപ്പോൾ കാണാമല്ലോ, എൻ്റെ കണ്ണ് കാണാം. അതെങ്ങനെ കണ്ണ് തുറന്നത്? കണ്ണ് തുറന്ന് യേശുവിൻ്റെ പിന്നാലെ വന്ന് എന്താ എനിക്ക് കളയാനൊരു പുതപ്പുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ആരംഭിക്കാം. സ്തോത്രം. ഇന്ന് നാം കേൾക്കുന്ന മിക്കവാറും കച്ചവട സുവിശേഷം കിട്ടും. എനിക്ക് കിട്ടി, നിനക്കും കിട്ടും. നോ, എൻ്റെ പുസ്തകം പറയുന്നു അബ്രഹാമിന് കളയാൻ ചിലതുണ്ടായിരുന്നു, മോശയ്ക്ക് കളയാൻ ചിലതുണ്ടായിരുന്നു, ദാവീദിനും ദാനിയേലിനും മാറ്റി നിർത്താനും കളയാനും ചിലതുണ്ടായിരുന്നു, യേശു കർത്താവിനും സ്തോത്രം സാക്രിഫൈസ് ചെയ്ത് ഇറങ്ങി വരുവാൻ ചിലതുണ്ടായിരുന്നു, പൗലൂസിനും സ്തോത്രം ലാഭമായത് ഛേദമെന്ന് കളവാനുണ്ടായിരുന്നു, കുരുടൻ ബർത്തിമായിക്ക് പോലും ഒരു പുതപ്പ് കളയാനുണ്ടായിരുന്നു. നോക്കേ ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് ചോദിക്കട്ടെ, ഫോർ ദ സേക്ക് ഓഫ് ജീസസ്, ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും കളഞ്ഞെന്ന് പറയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കളഞ്ഞു എന്ന് പറയുന്ന ഏതെങ്കിലും ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ടോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ആത്മീയം ശുദ്ധ പരാജയമാണ്. വില കൊടുത്താണ് ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത്. വില കൊടുത്താണ് യേശുവിൻ്റെ പിന്നാലെ പോകേണ്ടത്. വഞ്ചിക്കപ്പെടല്, വഞ്ചനയുടെ സുവിശേഷമാകല്. സ്തോത്രം. തേജസ്സിൻ്റെ സുവിശേഷം ഞാൻ കൈമാറട്ടെ. നിങ്ങൾ മിണ്ടുന്നില്ല. ഐ വോണ്ട് കെയർ. സ്തോത്രം. തേജസ്സിൻ്റെ സുവിശേഷം പറയട്ടെ. എന്തോ കിട്ടുമെന്ന് പറയുന്ന ചിട്ടിക്കമ്പനി സുവിശേഷമല്ല നീ കേൾക്കേണ്ടത്. തേജസ്സിൻ്റെ സുവിശേഷം. ഈ പുസ്തകം കൃത്യമായി പറയുന്നു, ഫോർ ദ സേക്ക് ഓഫ് ജീസസ്. യേശുവിന് വേണ്ടി എനിക്ക് കളയുവാൻ ചിലതുണ്ടായിരുന്നു. സ്തോത്രം. യെരൂശലേം പട്ടണത്തിൽ പാർത്തതായ 10,000 ആൾക്കാർ അവിടെ ഭവനത്തിൽ നിന്ന്, അവിടെ അടുക്കള ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അവിടെ തൊഴുത്തിൽ നിന്ന് ധാരാളം ആടും മാടുമുണ്ടല്ലോ, ചവറുകളെ, ചാണകത്തെ ഒക്കെ കൊണ്ടുപോയി ആ ഡങ്കേറ്റിൽ, ആ കുപ്പവാതിൽ കൊണ്ടുപോയി കളഞ്ഞേച്ച് അവിടെ കയ്യിൽ കാലിൽ അഴുക്കാണ്. ആ അഴുക്കോടെ വീട്ടിൽ കയറാതെ, നാട്ടിൽ ചവിട്ടുന്നതായ അഴുക്കോടെ ചർച്ചിൽ വരാതെ, കേട്ടില്ല, നാട്ടിൽ ചവിട്ടുന്നതായ അഴുക്കോടെ സൺഡേ സ്കൂളിൽ വരാതെ, മിണ്ടുന്നില്ല, നാട്ടിൽ ചവിട്ടുന്നതായ അഴുക്കോടെ യൂത്ത് മീറ്റിങ്ങിന് വരാതെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇല്ലാത്തവൻ വീട്ടിൽ പോട്ടെ.
ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാട്ടിൽ നടക്കുന്ന കാട്ടുപന്നികളെ പോലെ ദുഷ്ടമൃഗത്തെ പോലെയല്ല വിശുദ്ധനായ ദൈവത്തെ സേവിക്കേണ്ടത്. കുപ്പവാതിലിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ അഴുക്കുണ്ട്, കയ്യിൽ അഴുക്കുണ്ട്, കാലിൽ നിശ്ചയമായി അഴുക്ക് പറ്റും. ആ അഴുക്കോടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുപ്പവാതിലിന് തൊട്ടടുത്ത് തന്നെ ഒരു ഉറവവാതിലുണ്ട്. ഒരു ഉറവവാതിലുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദ ഫൗണ്ടൻ ഗേറ്റ്. ഉറവവാതിലിനായി സ്തോത്രം. എൻ്റെ കയ്യിലും എൻ്റെ ദേഹത്തും എൻ്റെ കാലിലും സ്തോത്രം അഴുക്ക് പറ്റിയാൽ എന്നെ കഴുകുവാൻ, എന്നെ ശുദ്ധീകരിപ്പാൻ ഒരു ഉറവ ഇതാ തുറന്നിരിക്കുന്നു. ശബ്ദമുയർത്തി ഉറവവാതിലായി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ പകൽക്കാലം ഞങ്ങളെ നനയ്ക്കും കർത്താവേ, ഞങ്ങളെ കഴുകും കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ. രണ്ട് കരങ്ങളെ അടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ക്ലാസ്സിൽ പറ്റിയ അഴുക്ക്, അധ്യാപകർ തന്ന അഴുക്ക്, സ്തോത്രം, അതേ ബന്ധുക്കൾ തന്ന അഴുക്ക്, സഹവിശ്വാസികൾ തന്ന അഴുക്ക്, കൃപ നഷ്ടപ്പെട്ട ശൗലന്മാരെ പോലെ ജീവിക്കുന്ന ദൈവദാസന്മാർ തന്നതായ അഴുക്ക്, ആ അഴുക്കിൽ നിന്ന്, ആ മാലിന്യത്തിൽ നിന്ന് എന്നെ കഴുകുവാൻ നമുക്കൽക്കാലം കേൾക്കണമേ, ഒരു ഉറവ തുറന്നിരിക്കുന്നു. രണ്ടുപേരെ തൊട്ട് മുഖത്ത് നോക്കി പറഞ്ഞാണ്ട് ഒരു ഉറവ തുറന്നിരിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞേ, ഒരു ഉറവ തുറന്നിരിക്കുന്നു. 36-ാം സങ്കീർത്തനം സ്തോത്രം 9-ാം വാക്യത്തിൽ ഉറങ്ങിയിരിക്കുന്നവരെ തട്ടിയടിപ്പിച്ചു പറ, ഒരു ഉറവ തുറന്നിരിക്കുന്നു. 36-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ശോഭൻ സാർ ഗംഭീരമായി വായിച്ചു, കർത്താവ് നിന്റെ ഉറവയാണ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കർത്താവ് നമ്മുടെ ഉറവയാണ്. 36:9 ശബ്ദമുയർത്തി വായിച്ച, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ദൈവം സ്തോത്രം ജീവന്റെ ഉറവാണ്. സഹോദരി സഹോദരന്മാരെ, എന്നെ നിന്നെ കഴുകി വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന ജീവന്റെ ഉറവാണ് കർത്താവ്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 13-ാം വാക്യം വേദപുസ്തകം പറയുന്നു, സ്തോത്രം, കർത്താവ് ഉറവയാണ്. നിന്റെ ജീവിതത്തിന്റെ നന്മയുടെ ഉറവയാണ് കർത്താവ്. നിന്റെ ഉറവ ബാങ്കല്ല, വിസയല്ല, ഏതോ ബോസ് അല്ല, ഏതോ MNC മൾട്ടിനാഷണൽ കമ്പനി അല്ല. നിന്റെ ഉറവ സ്തോത്രം യാക്കോബ് 1:17 പറയുന്നു, ഓ എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വെളിച്ചങ്ങളും പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. നിന്റെ ആത്മാവിന് ആവശ്യമുള്ളത്, നിന്റെ പ്രാണന് ആവശ്യമുള്ളത്, കേട്ടില്ല, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത്, നിന്റെ വീടിന് ആവശ്യമുള്ളത്, ഓ കമാൺ, നിന്റെ മക്കൾക്ക് ആവശ്യമുള്ളത്, ദൈവകൃപയാൽ എല്ലാം നല്ല ദാനങ്ങൾ സ്തോത്രം ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ചിന്തിക്കരുത് ആ മേഡം നിമിത്തമാണ്, ആ സാറ് നിമിത്തമാണ്. ആ മേഡത്തെയും സാറിനെയും അതേ സ്തോത്രം നിന്റെ ലൈഫിൽ കണക്ട് ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ പേര് യഹോവ ഇരേ. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ 5 മാസം പട്ടിണി കിടക്കാതെ, കഴിഞ്ഞ 5 മാസം അന്യന്റെ മുൻപിൽ കൈനീട്ടാതെ കരയുന്ന കാക്ക കുഞ്ഞിനും കാട്ടിലെ മൃഗത്തിനും അതതിൻ്റെ ആഹാരത്തെ തന്ന് ദൈവമായ കർത്താവ് നിന്നെ പുലർത്തിയെങ്കിൽ അവൻ നിന്റെ ഉറവയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഉറവ ഒരിക്കലും അടഞ്ഞു പോകരുത്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, ഫൗണ്ടൻ ഗേറ്റ്. ഫൗണ്ടൻ ഗേറ്റ്, ഉറവവാതിൽ. മോസ്റ്റ്ലി അത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഉറവവാതിൽ പ്രതിനിധീകരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഉറവവാതിലിൻ്റെ സ്തോത്രം പ്രാധാന്യം പരിശുദ്ധാത്മാവാണ്. ഉറവവാതിൽ എന്ന് പറയുമ്പോൾ മിക്കവാറും സ്തോത്രം അതിൽ കർത്താവ് അതിൻ്റെ പിൻപിൽ കണ്ടതായ ദൂത്, ദാറ്റ്സ് എ ബ്ലെസ്സഡ് ഹോളി സ്പിരിറ്റ്. സ്തോത്രം 2000 വർഷങ്ങൾക്കും ഒരു ദിവസം യേശു യെരുശലേം പട്ടണത്തിൽ കടന്നു വന്നിരുന്നു. മനസ്സിലാക്കുക, യേശു കർത്താവ് എപ്പോഴാണോ യെരുശലേം പട്ടണത്തിൽ കടന്നു വന്നത്, അപ്പോൾ പരീശന്മാർക്ക് നെഞ്ചിടിപ്പ് കൂടും. പ്രത്യേകിച്ച് കയ്യഫാവ് എന്ന ആത്മീയ മുതലാളിക്ക് സ്തോത്രം നെഞ്ചിടിപ്പ് കൂടും. കാരണം അന്ന് മാത്രമല്ല, ഇന്നും എൻ്റെ കർത്താവ് ഈ കച്ചവടത്തിന് ഭയങ്കര എതിരാണ്. എൻ്റെ കർത്താവ് കച്ചവടത്തിന് ഭയങ്കര എതിരാ. ദേവാലയത്തിൽ നിന്ന് കച്ചവടത്തെ കർത്താവ് പുറത്താക്കി. കണ്ണ് തുറന്ന് കേൾക്ക്, ഒത്തിരി പേര് ഉറങ്ങുന്ന പോലെ തോന്നുന്നു. ഖമാൺ ഹല്ലേലൂയ. ഈ കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ ചിലരെല്ലാം നാണിച്ചിങ്ങനെ സ്തോത്രം തല കുനിക്കാറുണ്ട്. നോക്കിയേ, എൻ്റെ ഉണ്ട കണ്ണിലേക്ക് നോക്കിയിരുന്ന ആടെ. ഹല്ലേലൂയ. ഞാൻ കൂടെ പറയും, ഇത്രയും വലിയ കണ്ണ് ദൈവം എനിക്ക് തന്നത് നിങ്ങളെല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കാൻ വേണ്ടിയാണ്. നോക്കിയിരുന്ന ആടെ. സ്തോത്രം. ദേവാലയം, പാളയം, പള്ളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഏതോ പള്ളിയല്ല കർത്താവ് ശുദ്ധീകരിക്കുന്നത്. നമുക്കെല്ലാം നമ്മൾ, നീ, ഞാൻ, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്.
നമ്മൾ ദൈവത്തിൻ്റെ ആലയമായതുകൊണ്ട് നമ്മുടെ അകത്തിരിക്കുന്ന കച്ചവട മെന്റാലിറ്റിയെ ചാട്ടവാർ കൊണ്ട് അവൻ അടിച്ചൊന്ന് പുറത്താക്കി നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുമാറാകട്ടെ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ ബിസിനസ് മെന്റാലിറ്റി ഡീമണിക് സോളിഷ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സോ യേശു കർത്താവ് എപ്പോഴാണോ യെരൂശലേമിൽ വരുന്നത്, കയ്യഫാവിന്, അന്നാവിന്, ആത്മീയ മുതലാളിമാർക്ക് അവർക്ക് ചങ്കിടിപ്പ് കൂടും. ഞാൻ പറയുന്നത് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം. കർത്താവ് യേശു യെരൂശലേമിൽ കടന്നു വന്നു. അപ്പോൾ ടെമ്പിൾ പോലീസ് എന്ന് പറയുന്ന ചേവകരുണ്ട്. വായിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചേവകർ എന്ന് വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. യെസ്, വായിക്കാത്തവരുണ്ട്. സ്തോത്രം. അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ വായിച്ചാട്ടെ. ചേവകരെ പറഞ്ഞു വിട്ട് സെൻഹദ്രീൻ സംഘം യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു വിട്ടു. വിഷയം സ്തോത്രം ഫൗണ്ടൻ ഗേറ്റ്. യേശു കർത്താവ് ഫൗണ്ടൻ ഗേറ്റിനെ കുറിച്ച് പറഞ്ഞു, ഉറവകളെ കുറിച്ച് കർത്താവ് പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. ചേവകർ കടന്നു വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ സ്തോത്രം അതുവരെ ദൈവത്തിൻ്റെ വചനം സ്തോത്രം ചുറ്റുമുള്ള ആൾക്കാരോട് പഠിപ്പിച്ച് പ്രസംഗിച്ച് നിന്നവനായ കർത്താവ് പെട്ടെന്ന് ഉച്ചസ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. യോഹന്നാൻ 7:37. അതുവരെയും പറഞ്ഞതായ സ്തോത്രം ശബ്ദത്തിൽ നിന്ന് കർത്താവ് സ്തോത്രം ശബ്ദം ഉയർത്തി, അതെ സ്തോത്രം ശബ്ദം ഉയർത്തി സംസാരിക്കുകയാണ്. 37 ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ വച്ച് യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഉച്ചസ്വരത്തിൽ യേശു പറയുകയാണ്. കേക്ക്, ഉച്ചസ്വരത്തിൽ യേശു പറയുകയാണ്. ആക്ച്വലി ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ മറ്റേത് സുവിശേഷ ഭാഗത്തെക്കാളും ഏറ്റവും സ്തോത്രം അതെ ഉച്ചസ്വരത്തിൽ ഹൈ വോളിയത്തിൽ കർത്താവ് ശബ്ദമുയർത്തി പറയുകയാണ്. ശ്രദ്ധിക്ക്, ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. അതുവരെ സ്തോത്രം കർത്താവ് പറഞ്ഞ ശബ്ദത്തെക്കാൾ അവൻ മോഡ് മാറ്റി സംസാരിക്കുകയാണ്. ഒരുപക്ഷെ സ്തോത്രം ഞാൻ ഇങ്ങനെ പറയാം, ലാംബ് മോഡിൽ നിന്ന് ലയൺ മോഡിലേക്ക് കർത്താവ് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ലാംബ് മോഡിൽ നിന്ന് ലയൺ മോഡിലേക്ക് കർത്താവ് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഈ ആയൂരിനടുത്ത് സന്തോഷ് ബ്രദർ എന്നെ 2 വർഷം മുമ്പോ മറ്റോ ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിട്ട് പോയി. കോവിഡിന് മുമ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്തോത്രം അതെ BMW X5-ൽ അദ്ദേഹം എന്നെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, BMW. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചില്ല, കാരണം മീറ്റിങ്ങിന് പോവാണ്. ഞാൻ സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറി. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് റിലാക്സായി. ഞാൻ ചോദിച്ചു, സ്തോത്രം എങ്ങനെയുണ്ട് ഈ കാറിൻ്റെ പെർഫോമൻസ്? അദ്ദേഹത്തിൻ്റെ നല്ലൊരു സന്തോഷ് പറയുന്ന നല്ലൊരു ഡ്രൈവറുണ്ട്. അവനൊരു പെന്തിക്കോസുകാരനാണ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ. അപ്പോൾ ഈ കാറിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്, BMW X5-ൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മോഡ് മാറ്റി കാണിച്ചു തരാം. മോഡ് മാറ്റുക. അതും പറഞ്ഞു, നോർമൽ മോഡിൽ നിന്ന് സ്പോർട്സ് മോഡിലേക്ക് ഞാൻ മാറ്റുകയാണ്. സ്തോത്രം. ആ സ്പോർട്സ് മോഡിലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ ഉറങ്ങിയിരുന്ന 4 പേർ കണ്ണു തുറന്നതുപോലെ കമോൺ ഹല്ലേലൂയ. മോഡ് മാറ്റിയപ്പോൾ സ്തോത്രം എവിടെ നിന്ന്, കിളിമാനൂരിൽ നിന്ന് ഏതഖൈസ് വരെ 25 മിനിറ്റ് കൊണ്ട് ആ ചെറുക്കൻ ഞങ്ങളെ എത്തിച്ചു. 25 മിനിറ്റ് ഞാൻ വല്ലാതെ പ്രാർത്ഥിച്ചു. മോഡ് മാറ്റി. അതുവരെ കർത്താവ് സംസാരിച്ചത് ലാംബ് മോഡിലാണ്. പക്ഷേ തന്നെ ചൊറിയാൻ സ്തോത്രം ഇതാ ചേവകർ വരുന്നു എന്ന് കണ്ടപ്പോൾ, തന്നെ പിടിച്ചിട്ട് പോകാനാ ചേവകരെ മുതലാളിമാർ വിട്ടിരിക്കുന്നത്. തന്നെ പിടിച്ചിട്ട് പോകാനാ സ്തോത്രം ടെമ്പിൾ പോലീസിനെ ചേവകരെ കയ്യഫാവ് പറഞ്ഞു വിട്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. തന്നെ അറസ്റ്റ് ചെയ്യാനാണ് ചേവകർ വിട്ടിരിക്കുന്നത്. തനിക്ക് നേരെ വെല്ലുവിളി നടന്നു വരുന്നത് കണ്ടപ്പോൾ കർത്താവ് മോടങ്ങ് മാറ്റി. കമോൺ, ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ നിനക്ക് നേരെ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, വെല്ലുവിളികൾ വർദ്ധിക്കുമ്പോൾ, പോരാട്ടം വർദ്ധിക്കുമ്പോൾ, ടെംപ്റ്റേഷൻ വർദ്ധിക്കുമ്പോൾ, ഇൻ ജീസസ് നെയിം നിന്റെ പ്രാർത്ഥനയുടെ സ്തുതിയുടെ ദൈവവേലയുടെ മോഡ് മാറ്റി സംസാരിച്ചാണ്.
Come on, in the name of Jesus. പഴയ പ്രാർത്ഥന കൊണ്ട്, പഴയ അന്യഭാഷ കൊണ്ട്, പഴയ കയ്യടി കൊണ്ട് കാര്യം നടക്കത്തില്ല. In the name of Jesus. മോഡ് മാറ്റിയാട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. സാധുവരെയും യെരുശലേം ടെമ്പിൾ കോംപ്ലക്സിൽ കർത്താവ് സംസാരിച്ചതിനേക്കാൾ ശബ്ദം ഉയർത്തി അവൻ പറഞ്ഞു 37-ാം വാക്യം 7:37 സ്തോത്രം ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുക. തനിക്ക് നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്നത് ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ജീവജലത്തിൻ്റെ നദികൾ എന്ന് യേശു കർത്താവ് പറഞ്ഞത് മറ്റാരെയും കുറിച്ചല്ല, പകരം the third member in Trinity, the blessed Holy Spirit. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പക്ഷെ യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായതുകൊണ്ട് അന്ന് വരെ ആത്മാവ് വന്നതേ ഇല്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ജീവജലത്തിന്റെ നദി ഒഴുകും എന്ന് യേശു കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, CHS സ്പർജന് പരിശുദ്ധാത്മാവിനെ കൃത്യമായി പറഞ്ഞു തരുവാൻ കഴിയത്തില്ല. DL മൂടി ആകട്ടെ, DGS ദിനകരനാകട്ടെ, ഏത് ബൈബിൾ ടീച്ചറിന്, ഏത് പ്രീച്ചറിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് തരുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നല്ല ഒരു ടീച്ചറിനെ എനിക്കറിയാം, ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഫസറിനെ എനിക്കറിയാം. അവൻ കേംബ്രിഡ്ജിലല്ല, ഓക്സ്ഫോർഡിലല്ല, സ്റ്റാൻഫോർഡിലല്ല. അവൻ പറഞ്ഞു 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. നീ ഇന്ന് പകൽ ഇവിടെ കടന്നു വരുന്നതിന് മുൻപേ യേശു കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവന് മാത്രമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു തീരുവാൻ കഴിയത്തുള്ളൂ. നേരെ തിരിച്ചു മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. യേശു കർത്താവിനെ കാണിച്ചു തരുവാൻ, യേശുവിനെ പരിചയപ്പെടുത്തുവാൻ, യേശുവുമായി കണക്ട് ചെയ്യുവാൻ, സ്തോത്രം, യേശുവിൻ്റെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഒരു പാസ്റ്ററിന് കഴിയത്തില്ല, ഒരു സംഘടനയ്ക്ക് കഴിയത്തില്ല, ഒരു സ്തോത്രം പള്ളിപ്പുറയ്ക്ക് കഴിയത്തില്ല, ഒരു ചർച്ചിന് കഴിയത്തില്ല. വാവാ കൂട്ടിനകത്താക്കാൻ ഞങ്ങളെ കൂടെ ഇങ്ങ് പാ, ഞങ്ങൾക്ക് മാത്രമേ യേശുവിൻ്റെ അടുത്ത് നിന്നെ എത്തിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു പെന്തിക്കോസ് മുതലാളിക്കും പറയാൻ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ അടുക്കലേക്ക് നിന്നെ എത്തിപ്പാൻ കഴിയുള്ള ഒരുവനാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കമാൺ, ശബ്ദം ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച്. യേശുവിനുമായി നിന്നെ കണക്ട് ചെയ്യുവാൻ, ഒരിക്കൽ കൂടെ യേശുമായി നിന്നെ കണക്ട് ചെയ്യുവാൻ, ക്രിസ്തുവിൽ നിന്നെ പണിവാൻ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത്, ക്രിസ്തു ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നെ എത്തിപ്പാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ സാന്നിധ്യത്തെങ്കിലേക്ക് എന്നെ ചേർത്ത് പിടിക്കണമേ. ഒരിക്കൽ കൂടെ, യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവേ എന്നെ ചേർത്ത് പിടിക്കണമേ. തിങ്കൾ മുതൽ അടുത്ത ഞായർ വരെ പരിശുദ്ധ ആത്മാവാണ് ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ നിന്നെ ചേർത്ത് പിടിക്കുന്നത്. നീ പാടുമ്പോൾ സാന്നിധ്യമുണ്ട്, നീ വചനം പറയുമ്പോൾ സാന്നിധ്യമുണ്ട്, നീ മൈക്കെടുക്കുമ്പോൾ അന്തരീക്ഷം മാറുകയാണ്, നീ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ അധ്യയനം തുറക്കുമ്പോൾ ആ പിള്ളേരിൽ ചൈതന്യം വീഴുകയാണ്, നീ യൂത്ത് മീറ്റിംഗിൽ വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ, നീ തിരുവചനം വായിക്കുമ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്വർഗം തുറക്കുകയാണ്. ആരോടാ ഞാൻ സംസാരിക്കുന്നത്? ഇൻ ജീസസ് നെയിം. ആ സാന്നിധ്യത്തിൽ നിന്നെ കയറ്റി നിർത്തുവാൻ പരിശുദ്ധാത്മാവിനെ മാത്രമേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ മാത്രമേ യേശുവിനെ കാണിച്ചു തരുവാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ കഴിയത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു 3.5 വർഷം പരസ്യ ശുശ്രൂഷ വേള കഴിഞ്ഞു. ഇപ്പോൾ ഇതാ സ്തോത്രം, അവൻ ബബായി പറഞ്ഞ് ആ ശിഷ്യന്മാരിൽ നിന്ന് സ്തോത്രം മാറിപ്പോവുകയാണ്. 3.5 വർഷം സമയം പോയത് അവരറിഞ്ഞില്ല. 3.5 വർഷം സമയം പോയത് പത്രോസ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞില്ല. കാരണം ദൈവ സാന്നിധ്യത്തിൽ സമയം പോകുന്ന അറിയുന്നില്ല. ഹല്ലേലൂയ. ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് കന്യാകുമാരി പോയി. സ്തോത്രം, തുടങ്ങിയത് മാത്രം അറിയാം, നിർത്തിയപ്പോൾ 7.5 മണിക്കൂറായി. ഉറങ്ങിയിരുന്ന ആൻറ്റി ദയനീയമായി കണ്ണു തുറന്നു നോക്കി. ഇന്ന് ആ റെക്കോർഡ് തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഉറങ്ങിയോ? സമയം പോയ അറിഞ്ഞില്ല.
ദൈവത്തിൻ്റെ ഭയങ്കര സാന്നിധ്യം വ്യാപരിച്ചാൽ ടാൻജൻ പ്രസൻസിന് കീഴിൽ ടൈം പോകുന്നത് അറിയത്തില്ല. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നു, സമയം പോയി അറിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ചങ്കിക്കുത്തെന്ന വർത്താനം പോലെ അവൻ പറഞ്ഞു, ഞാൻ പോവാ. അയ്യോ, നീ പോയാ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നുള്ളൂ, പക്ഷെ ഞാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരും. പരിശുദ്ധാത്മാവ് വരുന്നത് നിങ്ങളുടെ കൂടെ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലിരിക്കാൻ വേണ്ടിയാണ്. ഒരിക്കൽ കൂടെ, ഞാൻ കൂടെ ഇരിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഞാൻ കൂടെ മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. റിയലി കൊള്ളാമല്ല കർത്താവേ. അപ്പം നീ വന്നത് പ്രയോജനം, പോകുന്നത് വളരെ പ്രയോജനം. മനസ്സിലായില്ല? സ്തോത്രം. ഇനി വീട്ടിൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്നെങ്കിൽ ഇത് പറയാൻ മടിക്കരുത്. എന്താണ് വന്നത്? പ്രയോജനം. പോകുന്നത് വളരെ പ്രയോജനം. സ്തോത്രം. യേശുവേ, നീ വന്നത് പ്രയോജനം. ബാക്കി ഇവിടെ പറ. പോകുന്നത് വളരെ പ്രയോജനമാണ്. എഴുതിയെടുത്ത് കാണാതെ പഠിക്കുക. വന്നത് പ്രയോജനം, പോകുന്നത് വളരെ പ്രയോജനമാണ്. കാരണം നീ കൂടെ ഉണ്ടെങ്കിൽ, നീ ഇപ്പോൾ ഉണ്ടെങ്കിൽ കൂടെ ഇരിക്കത്തുള്ളൂ. പക്ഷെ നീ പോകുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് വരികയാണ്. തുടർന്ന് കർത്താവ് പറഞ്ഞു, ജീവന്റെ ഉറവ എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവന്റെ ഉറവ ഒഴുകും. കാരണം പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നീ ഒരു ഡാമാണ്. ഓ കം ഓൺ, ഹല്ലേലൂയ. ഐ ഡോണ്ട് നോ ചെറുതോണി തുറക്കുമെന്ന് എനിക്കറിയത്തില്ല. ആരുടെ പറഞ്ഞു നെയ്യാറ് തുറന്നെന്ന്. നല്ല മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഏതോ ഡാം തുറന്ന്, ആ ഡാം തുറന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഞായറാഴ്ച എൻ്റെ കുട്ടികളുടെ ഡാമിനെ, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ പിള്ളേരുടെ ഡാമിനെ കർത്താവ് ഈ ദിവസങ്ങൾ തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം യേശു പറഞ്ഞു, യെസ്, കൈയടിക്കുന്നേ നേരെ കൈയടിക്ക്. കാരണം ജീവന്റെ ഉറവയെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞപ്പോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവന്റെ പറ, ജീവജലത്തിന്റെ നദി ഒഴുകുമെന്നല്ല. ഒരു ആന്റി പറഞ്ഞു നദികൾ ഒഴുകുക. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ബഹുവചനമാണ്. പറഞ്ഞാട്ടെ, നദികൾ ഒഴുകുക, നദികൾ ഒഴുകുക. നിന്നിൽ നിന്ന് ഒരു സിംഗിൾ അല്ല, പ്രവചനം മാത്രമല്ല, ദർശനം മാത്രമല്ല. ഓ കമാൺ, ആരോടാ ഞാൻ പറഞ്ഞേ? ടീച്ചിങ് മാത്രമല്ല, നദിയല്ല. ഹേ ഡാമേ, പുതിയ നിയമത്തിന്റെ ഡാമേ, നിന്നിൽ നിന്ന് കർത്താവ് ഒഴുക്കുവാൻ ആഗ്രഹിക്കുന്ന നദിയല്ല. നീ തന്നെ സർപ്രൈസ് ആകത്തക്ക വിധത്തിൽ, ഓ ഇങ്ങനെ ഒരു താലന്ത് ദൈവം എനിക്ക് തന്നിരുന്നു, ഇങ്ങനെ ഒരു കഴിവ് എൻ്റെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിരുന്നു, ഇങ്ങനെ ഒരു അനോയിന്റിങ് എൻ്റെ മേൽ പകർന്നിരുന്നു. ഇത് ആ ദൈവദാസനും മറ്റേ ദൈവദാസനും മാത്രമല്ലേ ഞാൻ കണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നടക്കുമോ, ഞാൻ പറയുമ്പോഴേ ഇങ്ങനെ സംഭവിക്കുമെന്ന് നീ തന്നെ സർപ്രൈസ്, നീ തന്നെ അതിശയിക്കത്തക്ക വിധത്തിൽ ജീവ ജലത്തിന്റെ നദികൾ ഒഴുകും. സോ ഞാൻ പോകുന്നത് പ്രയോജനം. യോഹന്നാൻ സുവിശേഷം 14, 15, 16 വാക്യത്തിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആ 3 അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്. സവിസ്തരം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. അതെ, ഞാൻ പറയട്ടെ, ജീവജലത്തിൻ്റെ ഉറവകൾ അല്ലെങ്കിൽ നദികൾ ഒഴുകും. സ്തോത്രം. ദ റിവേഴ്സ് ഓഫ് ദ ലിവിംഗ് വാട്ടർ, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഉറവവാതിൽ. യെസ്, ഉറവവാതിൽ. ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലോളാണ്. പരിശുദ്ധാത്മാവ് റോമിലല്ല, യെരുശലേമിലല്ല. പരിശുദ്ധാത്മാവ് മാർബിളിലല്ല, ഗ്രാനൈറ്റിലല്ല. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നീ 10ാം ക്ലാസ് 12 പ്രാവശ്യം തോറ്റാലും, 4 അടി ഉയരെ നിനക്കുള്ളെങ്കിലും, പൊളിഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴിലാണ് നീ പാർക്കുന്നതെങ്കിലും, മനുഷ്യനാൽ ആർക്കാരും അറ്റൻഷൻ കിട്ടാത്ത പൊളിഞ്ഞ തറവാടിലാണ് നീ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും, നിന്റെ ഉള്ളിൽ തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നു.
സോ യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ജീവന്റെ ഉറവയായി വരുമ്പോൾ 7 ministries of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ 7 ശുശ്രൂഷകളാണ് നിന്റെ ലൈഫിൽ നീ അനുഭവിപ്പാൻ വേണ്ടി പോകുന്നത്. അതല്ല എൻ്റെ മെയിൻ മെസ്സേജ്. ഞാൻ സുവിശേഷം 4:25 വായിക്കുമ്പോൾ ജീവജലത്തിന്റെ ഉറവയായി നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആരെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഹൂ is the Holy Spirit, one who is in you. നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ ആരാണ്? യോഹന്നാൻ സുവിശേഷം 14 അതിൻ്റെ 25 വാക്യം. യോഹന്നാൻ സുവിശേഷം 14:25 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. 26 വാക്യം കൂടെ, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, കാര്യസ്ഥൻ. കേട്ടില്ല? ഒരിക്കൽ കൂടെ, കാര്യസ്ഥൻ എന്നതിന് ഇംഗ്ലീഷിൽ നിങ്ങൾ മിക്കവാറും ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ഹെൽപ്പർ എന്നാണ്. പരിശുദ്ധാത്മാവ് നിന്റെ സഹായിയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ സഹായിയാണ്. ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത്. സോ യോഹന്നാൻ സ്തോത്രം ഇത് എഴുതുമ്പോൾ, യോഹന്നാൻ 14:26 എഴുതുമ്പോൾ കാര്യസ്ഥൻ എന്ന പദം ഗ്രീക്കിൽ എഴുതുമ്പോൾ പരാക്ലീത്ത എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരാക്ലീത്ത. സ്തോത്രം, ഇന്ന് പകൽക്കാലം നിനക്കൊരു ഹെൽപ്പർ ഉണ്ട്. നാളെ സ്കൂൾ തുറക്കുകയാണ്. സ്തോത്രം, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നിനക്കൊരു ഹെൽപ്പർ ഉണ്ട്. നാളെ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ടെക്നോ പാർക്കാണോ, സ്റ്റേറ്റ് ഗവൺമെന്റിലാണോ, സെൻട്രൽ ഗവൺമെന്റിനാണോ, നിന്റെ ഓഫീസിൽ നിനക്കൊരു ഹെൽപ്പർ ഉണ്ട്. ഹേ, നിന്റെ വർക്ക് പ്ലേസിൽ നിനക്കൊരു ഹെൽപ്പർ ഉണ്ട്. സുവിശേഷ വേലക്കാരെ, ഇന്ന് പകരം ഞാൻ അനുഭവിക്കുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു ഹെൽപ്പർ ഉണ്ട്. ആ ഹെൽപ്പർ നിന്നോട് കൂടെയുണ്ടെങ്കിൽ, ആ ഹെൽപ്പർ നിന്നോട് കൂടെയുണ്ടെങ്കിൽ മറ്റുള്ളവർ തോറ്റെടുത്ത് നീ ജയിക്കും. മറ്റുള്ളവർ സ്തോത്രം അതെ പരാജയപ്പെട്ടെടുത്ത് ദൈവകൃപയാൽ നീ ജയിക്കും. മറ്റുള്ളവർക്ക് സാധിക്കാത്തത് നിന്റെ ദൈവകൃപയാൽ നീ സാധിക്കും. ഒരിക്കൽ കൂടെ, മറ്റുള്ളവർക്ക് സാധിക്കാത്തത് ദൈവകൃപയാൽ നീ സാധിക്കും. കാരണം സെക്രട്ടറിക്കാരൻ പറയുന്നു, നിന്നാൽ, ബാക്കി പറഞ്ഞ്, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. മറ്റുള്ളവർക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തത്, മറ്റുള്ളവർക്ക് തരണം ചെയ്യാൻ കഴിയാത്തത് ഈ പരക്ലീത്ത, ഈ ഹെൽപ്പറിലൂടെ ദൈവകൃപയാൽ നീ സാധിപ്പാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. യെസ്, അവൻ നിന്റെ കാര്യസ്ഥനാണ്. അവൻ നിന്റെ സ്തോത്രം സഹായകനാണ്. 121 സങ്കീർത്തനം എല്ലാവർക്കും അറിയാം. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ സഹായം ആ പ്രൊഫസറല്ല, ആ ടീച്ചറല്ല, ആ സ്കൂളല്ല. സ്തോത്രം, സ്കൂളിനായി സ്തോത്രം, അധ്യാപകർക്കായി സ്തോത്രം. പക്ഷെ നീ പറവാൻ പോകുന്ന ഒരു സാക്ഷ്യം ഉണ്ട്. ഹല്ലേലൂയ. മഹത്വം പകുതിയല്ല, മഹത്വം മുഴുവനും എൻ്റെ ദൈവത്തിന്. ദൈവം എന്നെ സഹായിച്ചു. നിന്റെ ഉള്ളിൽ ഒരു ജീവന്റെ ഉറവയുണ്ട്. അവൻ പരിശുദ്ധ ആത്മാവാണ്. അവൻ നിന്റെ സഹായകനാണ്. സൂപ്പർ നാച്ചുറലി ഈ സെക്കൻഡ് മുതൽ ദൈവകൃപയാൽ ദൈവത്തിന്റെ സഹായത്തിന്റെ ഹസ്തം അവൻ നിന്നിലേക്ക് നീട്ടുന്നു. ആരും മിണ്ടിയില്ല. സൂപ്പർ നാച്ചുറലി ഈ സെക്കൻഡ് മുതൽ സഹായത്തിന്റെ ഹസ്തം അവൻ നിന്റെ മേൽ നീട്ടുന്നു. യോഹന്നാൻ സുവിശേഷം 14:26 വാക്യം രണ്ടാമത് വീണ്ടും വായിക്കുമ്പോൾ, ഈ ഉറവയിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു സ്തോത്രം ശുശ്രൂഷ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ട്, ഉപദേശിച്ചു തരികയും. ഒന്നവൻ സഹായിക്കുന്നവനാണ്, രണ്ടവൻ ഉപദേശിക്കുന്നവനാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹി ഈസ് മൈ ടീച്ചർ. അവൻ സ്തോത്രം ഉപദേശിക്കുന്നവനാണ്, അവൻ എൻ്റെ ടീച്ചറാണ്. രണ്ടുപേരും തൊട്ട് മുഖത്തോക്കി പറഞ്ഞാട്ടെ, കർത്താവ് നിന്റെ ടീച്ചറാണ്, കർത്താവ് നിന്റെ ടീച്ചറാണ്, കർത്താവ് നിന്റെ ടീച്ചറാണ്. ഇൻ ജീസസ് നെയിം. ഹോ ഹല്ലേലൂയ. നാളെ സ്കൂൾ തുറക്കുകയാണ്. കുട്ടികൾ നോക്കി, എല്ലാ പിള്ളേരെയും നോക്ക്. ദൈവം നിന്റെ ഉപദേശകനാണ്, ദൈവം നിന്റെ ടീച്ചറാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഇൻ ജീസസ് നെയിം. മറ്റുള്ളവർ 6 പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിൽ ആ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ
സൂപ്പർ നാച്ചുറൽ വിസ്ഡം നൽകി, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ജ്ഞാനം നൽകി. ദൈവകൃപയാൽ നിന്നെ പഠിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അതേ അഹമ്മദാബാദിൽ ജെറിയുടെ ഒരു കസിനുണ്ട്. ജെറി എന്ത് ചെയ്യ? ജെറിയുടെ കസിനുണ്ട്. സ്തോത്രം. ജാമിയുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജെയിംസ് ആൻഡ് മെന്റലി റിട്ടാർഡഡ് ബോയ് ആയിട്ടാണ് ജനിച്ചത്. പക്ഷെ പെന്റക്കോസ്റ്റൽ ചർച്ചിൽ താൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. 8ാം ക്ലാസ് വരെ പഠിക്കാൻ കൊള്ളാത്തവനായിരുന്നു. പക്ഷേ ചർച്ചിലായിരുന്നു മിക്കവാറും അവൻ വളർന്നത്. നീ വളരേണ്ടത് ഗെയിംസിലല്ല. ഓ കമാൺ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക. നീ വളരേണ്ടത് ഗെയിംസിലല്ല, നീ വളരുന്നത് TV-യിലല്ല, നീ വളരേണ്ടത് മറ്റേതോ TV ചാനലില്ല, നീ വളരേണ്ടത് ഏതോ ഇന്റർനെറ്റിലല്ല, നീ വളരേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. സോ ജെയിംസ് ആൻ വളർന്നു. സ്തോത്രം. 10ാം ക്ലാസ് തോക്കുമെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ സർപ്രൈസായി ഗുജറാത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഗാന്ധിനഗർ ആ ചർച്ചിനെ ഞെട്ടിച്ച് 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് അതൊരു അബദ്ധത്തിൽ പറ്റിയതാണ്. ആൾക്കാർ വിചാരിച്ചു സ്തോത്രം 10ാം ക്ലാസ് കഴിഞ്ഞടുത്ത് അന്ന് സ്തോത്രം പ്ലസ് ടു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. എല്ലാവരും ഞെട്ടി. ചേട്ടാ 10ാം ക്ലാസ് വരെ പിള്ളേരെല്ലാം നല്ല പഠിക്കും, പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് പോകും. പക്ഷേ അവൻ താഴോട്ടല്ല പോയത്, അവൻ മേലോട്ടാണ് പോയത്. സ്തോത്രം. അത് കഴിഞ്ഞ് അവന് BCom പാസ്സായി. അതിനും ഭയങ്കര മാർക്ക് കിട്ടി. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, എടാ സ്തോത്രം ഇത്രയും ഭയങ്കര മാർക്ക് കിട്ടിയല്ലോ, നീ ഒന്ന് സിവിൽ സർവീസ് എഴുതി നോക്കി. സിവിൽ സർവീസ് എഴുതി നോക്ക്. പുള്ളി എഴുതി. പൊട്ടക്കണ്ണൻ എറിഞ്ഞാൽ മാങ്ങ വീഴും എന്നാണ് ആരാണ്ട് പറയുന്നത്. പക്ഷേ ഇത് പൊട്ടക്കണ്ണനല്ല, ജ്ഞാനത്തിൻ്റെ ഒരു ദൈവമുണ്ട്, ഉപദേശിക്കുന്ന ഒരു കർത്താവുണ്ട്. തുറക്കട്ടെ എല്ലാ തലച്ചോറുകളെ കർത്താവ് തൊട്ടാട്ടെ. മക്കളെല്ലാം പ്രാപിക്കും. തലച്ചോറുകളെ തൊടുന്ന കർത്താവ്. വിസ്ഡം. താൻ സിവിൽ സർവീസ് എഴുതി, IRS കിട്ടി. ഇൻകം ടാക്സിൻ്റെ വലിയ കമ്മീഷണായി അല്ലേ? ഇൻകം ടാക്സിൻ്റെ കമ്മീഷണായി. താൻ ഉദയ്പൂര് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയി. ഇൻറ്റീരിയർ വില്ലേജിൽ എന്നെ തേടിപ്പിച്ച് 350 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ മരുഭൂമിയിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രൊമോഷൻ കിട്ടിയ സന്തോഷത്തിൽ വന്ന ബ്രദർ. ഞാൻ പറഞ്ഞു, നല്ല കാര്യം ജെയിംസ്. എൻ്റെ കൂടെ അന്ന് രാത്രി താമസിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം മടങ്ങിയത്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ബ്രദറിനറിയാമോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ശൈശവം. പക്ഷേ ഇന്ന് ഉദയ്പൂർ പട്ടണത്തിലൂടെ ഞാൻ നടക്കുമ്പോൾ എല്ലാ ബിസിനസ്സുകാരും ഓടി വന്ന് എൻ്റെ കാലിൽ വീഴുന്നത് പോലെ നിൽക്കും. ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഉപദേശിപ്പാൻ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ജീവിതം സക്സസ് ആണ്. ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകട്ടെ. മാതാപിതാക്കൾ ആമേൻ പറഞ്ഞേ. യെസ്, ഡിപെൻഡൻസ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അവൻ ഉപദേശിക്കുന്നവനാണ്. 26ാം വാക്യം വീണ്ടും, അവൻ നിന്റെ സഹായകനാണ്, അവൻ നിന്റെ സ്തോത്രം ഉപദേശിക്കുന്നവനാണ്, ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമ്പർ 3, he will remind you. അവൻ നിന്നെ ഓർമ്മപ്പെടുത്തും. രാവിലെ വീട് പൂട്ടിയിട്ട് താക്കോൽ എവിടെ വെച്ചത് എന്ന് മറന്നുപോയവരെന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. രാവിലെ ഗ്യാസ് അടച്ചോ അതോ തുറന്നോ എന്ന് മറന്നുപോയെന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കണ്ണിൽ കണ്ണട വെച്ചിട്ട്, സ്തോത്രമല്ല, കണ്ണട കണ്ണിൽ വെച്ചിട്ട് എൻ്റെ കണ്ണാടി കണ്ടോ എന്ന് വീട്ടിലുള്ള എല്ലാവരോടും ചോദിച്ച് നടക്കുന്നവർ എൻ്റെ മുൻപിലുണ്ട്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എല്ലാ ഓർമ്മക്കുറവുകളെ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ അൽഷിമേഴ്സിന് പുറത്തു പോകാം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സൂപ്പർ നാച്ചുറൽ മെമ്മറി ദൈവകൃപയാൽ നിന്നിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഭക്തന്മാരെ ഓർത്ത ദൈവം, പ്രാർത്ഥനക്കാരെ ഓർത്ത ദൈവം, ഓർക്കേണ്ടവരെ തക്ക സമയത്ത് ഓർപ്പിക്കുന്നവനായ ദൈവം. ഓ ഹല്ലേലൂയ. ഫൗണ്ടൻ വാതിൽ, ഓർമ്മകളുടെ ഫൗണ്ടൻ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാൽ തുറക്കുമാറാകട്ടെ. മറവി രോഗങ്ങളെ ശാസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മറവി രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. 2 കരങ്ങളെ സ്വന്തം നിലമേൽ വെച്ചാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മറവി രോഗങ്ങളെ, എല്ലാ ഓർമ്മ കെടുതികളെ, എല്ലാ ഓർമ്മ കുറവുകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. പറഞ്ഞാട്ടെ, കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഓർമ്മയെ എൻ്റെ മനസ്സിലേക്ക്
അവിടെ നിന്ന് നൽകിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ആമേൻ പറഞ്ഞേ. 3.5 വർഷം യേശു കർത്താവ് എത്രയോ ദൂതുകൾ പറഞ്ഞു. പക്ഷെ മൈൻഡ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബോക്സ്. മനസ്സൊരു പെട്ടി പോലെയാണ്. ഇനി അതിനപ്പുറത്തേക്ക് അകത്തേക്ക് കയറത്തില്ല. സ്തോത്രം. പത്രോസും കൂടെയുള്ള ശിഷ്യന്മാർ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ മറന്നുപോയി, ചിലത് മാത്രമേ ഓർമ്മയുള്ളൂ. സ്തോത്രം. പലതും മറന്നുപോയി, ഓർത്ത് വെക്കേണ്ട പലതും അത് മറന്നുപോയി. അപ്പോൾ യേശു പറഞ്ഞു, സാരമില്ല, സ്തോത്രം, കൂടെ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം സ്തോത്രം സഹായകനാണ്, അദ്ദേഹം അധ്യാപകനാണ്, മാത്രമല്ല ഓർക്കേണ്ടത് നിന്നെ ഓർപ്പിക്കുന്നവനുമാണ്. ഇൻ ജീസസിനെ നിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഓർമ്മ നിനക്കായിരിക്കും. ഒരിക്കൽ കൂടെ, നിൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല ഓർമ്മ നിനക്കായിരിക്കും. സ്തോത്രം. നിൻ്റെ കോളേജിൽ ഏറ്റവും നല്ല ഓർമ്മ നിനക്കായിരിക്കും. അത് പറയുമ്പോൾ തന്നെ നല്ലൊരു കാര്യം കൂടെ പറയട്ടെ, ഈ പൊല്ലാത്തതെല്ലാം നീ മറക്കും. അവരെന്നെ തുപ്പി, മറ്റവരെന്നെ ചവിട്ടി, അവരെനിക്ക് പാര പണിതു, മറ്റവരെന്നെ തള്ളി, ഇനിമേലാൽ ആ പൊല്ലാത്ത വൈറസ് മുഴുവൻ നീ മറക്കും. ഹല്ലേലൂയ. തിന്മയെല്ലാം നീ മറക്കും, നന്മ മാത്രമേ നീ ഓർക്കുക. കാരണം നിൻ്റെ അകത്തിരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധ ആത്മാവായതുകൊണ്ട് സകല അശുദ്ധിയുടെ ചിന്തകൾ, എല്ലാ ഈവിൾ ഇമാജിനേഷൻസ് മനസ്സിൽ നിന്ന് പുറത്തു പോകട്ടെ. യെസ്, നല്ല ഓർമ്മകൾ മാത്രം നിന്റെ തങ്ങി നിൽക്കട്ടെ. കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച്. പതിനാലിൻ്റെ 26 നിന്ന് 16 അധ്യായം 13, 14, 15 വന്നാട്ടെ. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും പറയുകയാണ്. നിന്റെ അകത്ത് ഒരു ഉറവയെ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. അവൻ വരുമ്പോൾ, യോഹന്നാൻ 16:13, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. നാലാമതായി എനിക്ക് പറയാനുള്ളത്, ആ ഉറവ ഒഴുകിയാൽ അവൻ നിന്നെ കള്ളമല്ല പഠിപ്പിക്കുന്നത്, അവൻ തെറ്റായതല്ല നിന്നെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്ക്. ദൈവമാണ് എനിക്ക് തന്നത്. ദൈവം തെറ്റ് പഠിപ്പിക്കത്തില്ല. ദൈവം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കത്തില്ല. ദൈവം പ്രേമിക്കാൻ സഹായിക്കത്തില്ല. പോയി. സ്തോത്രം. ദൈവം അശുദ്ധി ചെയ്യാൻ സഹായിക്കത്തില്ല. ദൈവം പാപത്തിന് കൂട്ടു നിൽക്കത്തില്ല. അവൻ സത്യത്തിൻ്റെ ദൈവമാണ്. അവൻ വളഞ്ഞ വഴിയിൽ നടക്കാനല്ല നിന്നെ സഹായിക്കുന്നത്, നേർവഴിയിൽ നടക്കുവാൻ നിന്നെ സഹായിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴും അവൻ സകല സത്യത്തിലും നിന്നെ വഴി നടത്തും. രക്ഷിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരിക്കൽ കൂടെ, രക്ഷിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ ദൈവകൃപയിൽ ജീവിക്കുന്ന ആത്മാവാണെങ്കിൽ അവൻ അടുത്ത് സ്നാനപ്പെട്ടിരിക്കും. രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിഷം പ്രാപിക്കുന്നു. രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചു. പക്ഷെ സ്നാനം വേണ്ട എന്നൊരുത്തൻ പറയുന്നെങ്കിൽ ആത്മാവിന് എന്തോ കുഴപ്പമുണ്ട്. ഒരിക്കൽ കൂടെ, രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചു, സ്നാനം വേണ്ട, മറ്റേ തളിപ്പ് സ്നാനം മതി, യഥാർത്ഥ വിശ്വാസ സ്നാനം വേണ്ട എന്നൊരുവൻ പറയുന്നെങ്കിൽ ആത്മാവിനെന്തോ കുഴപ്പമുണ്ട്. കാരണം ആത്മാവ് പരിശുദ്ധാത്മാവാണെങ്കിൽ അവൻ സകല സത്യത്തിനും വഴി നടത്തുന്നവനായിരിക്കും. പരിശുദ്ധാത്മാവ്, സ്തോത്രം, ഭോഷ്കിൽ നിങ്ങളെ തളച്ചിടുന്നവരല്ല, പകരം പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തണം. പിതാവായ ദൈവം സത്യമാണ്, ദൈവവചനം സത്യമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. നമ്പർ 5, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്നു എങ്കിൽ അവൻ നിങ്ങളെ, സ്തോത്രം, സകല സത്യത്തിനും വഴി നടത്തും. മാത്രമല്ല 16 അധ്യായം 13 വാക്യം, അവൻ സ്വയമായി സംസാരിക്കാതെ, ശ്രദ്ധിക്കുക, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുകയും സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ് വരുവാനുള്ളത്? നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് വന്നില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഒരിക്കൽ കൂടെ, വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ശരി, വന്നാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. വന്നില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഹി വിൽ റിവീൽ ദ ട്രൂത്ത്. അവൻ വരാനുള്ളത് നിനക്ക് വെളിപ്പെടുത്തി തരും.
വരുവാനുള്ളത് അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹീസ് എ റെവലേറ്റർ. നിന്റെ ഉള്ളിലിരിക്കുന്ന ഫൗണ്ടനാകുന്ന പരിശുദ്ധാത്മാവ് ഹീസ് എ റെവലേറ്റർ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ട് അവൻ വെളിപ്പെടുത്തും. പറഞ്ഞേ, അവൻ വെളിപ്പെടുത്തും, അവൻ വെളിപ്പെടുത്തും, വെളിപ്പെടുത്തും. സ്തോത്രം. എത്ര പേര് വെളിപ്പാടെന്ന് കേട്ടിട്ടുണ്ട്? വെളിപ്പാടെന്ന് കേട്ടിട്ടുള്ള കരങ്ങൾ ഉയർത്തിയാട്ടെ. വെളിപാടല്ല, വെളിപ്പാട് പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നന്നായി. വെളിപ്പാട്. വെളിച്ചപ്പാടല്ല, വെളിപാടല്ല, വെളിപ്പാട്. നിങ്ങൾ ചോദിക്കാം, മക്കളെ, ഈ വെളിപ്പാട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ചുറ്റുപാടുള്ളത് നിന്റെ അകത്ത് കയറല്, നിന്റെ പുറത്ത് കിടക്കുന്ന നിന്റെ അകത്ത് കയറാതെ നിന്റെ അകത്തിരിക്കുന്നവൻ ഒരു ജൈന്റായി വെളിപ്പെടുമ്പോൾ യെസ്, വരാനുള്ളത് നിനക്ക് വെളിപ്പെടുത്തി തരും. ബെസ്റ്റ് എക്സാമ്പിൾ, യോഹന്നാൻ പത്മോസിൽ കിടന്നു ആകാശത്തിൽ കറങ്ങി നടക്കുന്ന കഴുകന്മാരും നടക്കുന്ന സ്തോത്രം അതെ നടക്കുന്ന കുറുക്കന്മാരും മറ്റ് സ്തോത്രം അതെ ഊൾസും ചെന്നായ്ക്കളും ഒക്കെ ഉണ്ട്. ആ ലോണിനെസ് തൻ്റെ അകത്ത് കയറിയില്ല, തൻ്റെ ചുറ്റുപാട് തൻ്റെ അകത്ത് കയറിയില്ല. പകരം കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിലായപ്പോൾ 22 അധ്യായങ്ങളിൽ കർത്താവ് വരുവാനുള്ള കാര്യം അവന് വെളിപ്പെടുത്തുകയുണ്ടായി. സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ചുറ്റുപാടുള്ളത് നിന്റെ അകത്ത് കയറല്ലേ. നിന്റെ ചുറ്റുപാടുള്ളത് നിന്റെ അകത്ത് കയറല്. അങ്ങനെയെങ്കിൽ വരുവാനുള്ളത് ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഏതൊരു ടി വിക്കാരൻ പറയുന്നതിന് മുൻപ്, ഏതോ പേപ്പറുകാരൻ പറയുന്നതിന് മുൻപ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് നിന്റെ പ്രാർത്ഥന മുറിയിൽ, പ്രാർത്ഥന അറയിൽ, നിന്റെ പ്രാർത്ഥന നേരത്ത് വരുവാനുള്ളത് നിനക്കായി സംസാരിപ്പാൻ, നിനക്കായി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അവൻ വെളിപ്പെടുത്തുന്നവനാണ്. സ്തോത്രം. യെസ്. യോഹന്നാൻ 16:20, യോഹന്നാൻ സുവിശേഷം 16, 13, 14 വാക്യത്തിന്റെ അവസാനം നിങ്ങൾ വായിക്കുമ്പോൾ, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്ത്, എന്നെ മഹത്വപ്പെടുത്തും. അർത്ഥം, യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്നവനാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവിനെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്ത്. ഒരിക്കൽ കൂടെ, യേശുവിനെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്ത്. പരിശുദ്ധാത്മാവ് ഒരു സംഘടനയെ മഹത്വപ്പെടുത്തത്തില്ല, പരിശുദ്ധാത്മാവ് ഒരു പ്രാസിംഗിനെ മഹത്വപ്പെടുത്തത്തില്ല. പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്നത് യേശുവിനെ മാത്രമേ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തത്തുള്ളൂ. കരങ്ങളെ ചലിപ്പിച്ച് യേശുവിൻ്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്തിയാട്. ഹല്ലേലൂയ. 7-ാമതായി അവസാനമായി യേശു തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം, ഹി വിൽ എംപവർ യു. അവൻ നിങ്ങളെ ബലപ്പെടുത്ത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, that means he will empower you. അവൻ നിങ്ങളെ ശക്തിപ്പെടുത്ത്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ട്, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്ത്, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ ശുശ്രൂഷയുമായ ബന്ധത്തിൽ യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. അല്പോടെ ഞാൻ വിവരിച്ചു പറയട്ടെ. എവിടെയാണോ നിങ്ങൾ തളർന്നു പോകുമെന്ന് പറയുന്നത്, എവിടെയാണോ നിങ്ങൾ തോറ്റുപോകുമെന്ന് പറയുന്നത്, അവിടെ നീ തോൽക്കത്തില്ല. നീ പോലും തീരും, നീ പോലും തകരുമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നെ എംപവർ ചെയ്യുന്ന, നിന്നെ സൂപ്പർ നാച്ചുറലി ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്. അവനാണ് പരിശുദ്ധാത്മാവ്. സഹോദരി സഹോദരന്മാരെ, നിന്റെ ഉള്ളിൽ ഒരു ഉറവയുണ്ട്. ഈ നല്ല മഴക്കാലത്ത് ആ ഉറവ തുറന്നിരിക്കുകയാണ്. അവൻ നിന്നെ ഉപദേശിക്കുന്നവനാണ്. അതെ, അവൻ നിന്റെ കാര്യസ്ഥനാണ്. അവൻ നിന്നെ ഉപദേശിക്കുന്നവനാണ്. അവൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നവനാണ്. സകല സത്യത്തിൽ നിന്നെ വഴി നടത്തുന്നവനാണ്. മറഞ്ഞിരിക്കുന്ന രഹസ്യം അവൻ നിന്നെ വെളിപ്പെടുത്തുന്നവനാണ്. യേശുവിൻ്റെ നാമത്തെ അവൻ മഹത്വപ്പെടുത്തുന്നവനാണ്. അവൻ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്. ഇന്ന് പകൽ വന്നതുപോലെ അല്ല നീ തിരിച്ചു പോകേണ്ടത്. ഒരു ഉറവ തുറന്നിരിക്കുന്നു. Come on. എല്ലാ ഉള്ളങ്ങളിലും ഒരു ഉറവ തുറന്നിരിക്കുന്നു. നീ മരുഭൂമിയല്ല, നീ വരണ്ടവളല്ല, നീ വരൾച്ചുള്ളവനല്ല, ക്ഷാമം നിനക്കുള്ളതല്ല. ജൂൺ മാസത്തിൽ ക്ഷേമം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ക്ഷാമം മാറി, ക്ഷേമം വന്നിരിക്കുന്നു. ആരോ പറഞ്ഞു കേരളത്തിൽ കാലവസ്ത്രം എത്തി.
യെസ് യെസ് യെസ്, ഞങ്ങളുടെ ഉറവ തുറന്നിരിക്കുന്നു. യെസ്, ഞങ്ങളുടെ ഉറവ തുറന്നിരിക്കുന്നു. പക്ഷെ ഒരു നദിയല്ല, നദികൾ, നദികൾ. ഈ കൈയടിക്കുന്ന ഇവർക്ക് പോലും സർപ്രൈസ് ആകുന്നതായ ഉറവകൾ, ഈ കരങ്ങളടിക്കുന്ന ഇവർക്ക് പോലും അതിശയമാകുന്ന രീതിയിൽ ഉറവകൾ. കാര്യസ്ഥനായി, ഉപദേശകനായി, ഓർമ്മിപ്പിക്കുന്നവനായി, സകല സത്യത്തിൽ നടത്തുന്നവനായി, വെളിപ്പെടുത്തുന്നവനായി, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനായി ഈ ഉറവ നിനക്കായി തുറന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഉറവ തുറന്നിരിക്കുന്നു. കാരണം നീ നനഞ്ഞ തോട്ടമാണ്, വറ്റാത്ത നീരുറവയാണ്. ആരൊക്കെ ഉണങ്ങിയത് നീ കണ്ടു കാണും. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഡിക്ലെയർ ചെയ്യട്ടെ, നിന്റെ പ്രാർത്ഥന ഉണങ്ങത്തില്ല, നിന്റെ ആരാധന തരച്ചിരിക്കും. നീ ആറ്റരികത്തെ വൃക്ഷം പോലെ 48 വയസ്സിന് അപ്പുറത്തല്ല. നോ 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 നോ, എല്ലാ ഡിലേ ക്യാൻസൽ ചെയ്യുന്നു. ആറ്റരികത്തെ നട്ടിരിക്കുന്നത് പോലെ. ബാക്കി പറ, തക്ക കാലത്ത്. ഒരിക്കൽ കൂടെ, തക്ക കാലത്ത്. എല്ലാ യങ്സ്റ്റേഴ്സും പറഞ്ഞേ, തക്ക കാലത്ത്. മാസം തെറ്റുകയില്ല, വർഷം തെറ്റുകയില്ല. ജാതകം പറഞ്ഞതിനെ യേശുവിന്റെ രക്തം ക്യാൻസൽ ചെയ്യുന്നു. ഉറവ തുറന്നാൽ പിന്നെ പച്ചയാണ്, പിന്നെ പുഷ്ടിയാണ്. ഇതാ ഉറവ തുറക്കുന്നു. തെക്കോട്ടും, ഓ കമാൻ കമാൻ, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നിന്നിൽ നിന്ന് ഒരു ഒരുക്ക് ദൈവകൃപയാൽ വെളിപ്പെടുവാൻ പോകുന്നു. യെസ്, നീ ഒരു ഉറവയാണ്. നീ നിമിത്തം നിന്റെ നാട് മാറും. നീ ഒരു വീട്ടിൽ വിവാഹം ചെയ്ത് കാലുകുത്തിയാൽ, ഒരിക്കൽ കൂടെ, ഒരു വിവാഹ വീട്ടിൽ, നിന്റെ വിവാഹം ചെയ്ത ഒരു വീട്ടിൽ നീ കാലുകുത്തിയാൽ ആ വീട് നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. ഒരു കമ്പനിയിൽ നീ കയറി ചെന്നാൽ പൊളഞ്ഞു കിടക്കുന്ന ആ കമ്പനി നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. കമാൻ കമാൻ, വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാൽ. ഒരു സ്ഥാപനത്തിൽ നീ ജോലിക്ക് പോയാൽ ആ തകർന്നു കിടക്കുന്ന സ്ഥാപനം നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടും. കാരണം നിന്റെ ഉള്ളിലൊരു ഡാം ഉണ്ട്. കമാൻ, വായ്കളെ തുറന്ന് അത് അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. നിർത്തല്ലേ 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 നിർത്തല്ലേ, കരങ്ങളടിച്ച്, എല്ലാ കുട്ടികളും കരങ്ങളടിച്ച്. വായ്കളെ തുറന്ന് Hey, hey, hey. ചുമ്മാ നടക്കാൻ പറ്റത്തില്ല, ചുമ്മാ നടക്കാൻ പറ്റത്തില്ല. രണ്ടുപേരെ തൊട്ട് പറ, ഒരു ഉറവയുമായി സഞ്ചരിക്കാൻ പോവാ. പറ, ഒരു ഉറവയുമായി സഞ്ചരിക്കാൻ പോവാ. ഞാൻ ലാബാൻ്റെ ഉണങ്ങിയ വീട്ടിലേക്ക്. ലാബാൻ്റെ വീട്ടിൽ നല്ലൊരു ബെഡ്ഷീറ്റ് പോലും കാണത്തില്ല. ലാബാൻ്റെ വീട്ടിലേക്ക് ഒരുത്തനിതാ വരികയാണ്. പക്ഷെ വന്ന വഴിക്ക് ഒരു ഗോവേടിയുടെ ഒരു സ്വപ്നം അവൻ കണ്ടു. ഓ, നിങ്ങൾ പുസ്തകം വായിച്ചാലേ സ്വത്രം പറയാൻ പറ്റാത്ത. ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാൽ. വന്ന വഴിക്ക് വാട്സപ്പ് അല്ല അവൻ്റെ തലയണ, ഫേസ്ബുക്ക് അല്ല അവൻ്റെ തലയണ, ഒരു കല്ലാണ് അവൻ്റെ തലയണ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, റോക്ക് ബിക്കം ഹിസ് പില്ലോ. ആ ഒരു പാറ അവൻ്റെ തലയണയായി. പത്രോസ് പറയും, സ്തോത്രം, സോറി, പൗലോസ് പറയും, ആ പാറ ക്രിസ്തു തന്നെ. ക്രിസ്തു നിന്റെ തലയണയെങ്കിൽ സ്വർഗം തുറന്നത് തന്നെ. ക്രിസ്തുവാണ് പാറയെങ്കിൽ, ക്രിസ്തുവാണ് തലയണയെങ്കിൽ, there will be an open heaven. ലാബാന്റെ വീട്ടിലേക്ക് അവൻ കാലെടുത്ത് വെച്ചപ്പോൾ, because of Jacob, God blessed the household of Laban. ലാബാന്റെ വീടിനെ, സ്തോത്രം, അതേ യാക്കോബ് നിമിത്തം ദൈവം അനുഗ്രഹിച്ചു.
ആരും മിണ്ടുന്നില്ല. കാരണം 2-3 സാക്ഷികളെ ഏതൊരു കാര്യം ഉറപ്പാകത്തുള്ളൂ. അടുത്ത തലമുറ കൂടെ പറയാം. വീട്ടിൽ നിന്ന് യോസഫ് ഒറ്റയ്ക്ക പുറത്തിറങ്ങിയത്, കൂടെ ആരുമില്ല എന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ എൻ്റെ ബൈബിൾ പറയുന്നു, but the Lord was with Joseph. Oh yes, yes, ഒരു ഉറവയുണ്ടെന്ന്, ഒരു ഉറവയുണ്ടെന്ന്. Hey, in Jesus name, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, നീ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിന്റെ അടുക്കൽ വരുന്നവർ, നീയുമായി കണക്ട് ചെയ്യുന്നവർ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. നീ മാത്രമല്ല, നിനക്ക് മാത്രമല്ല അനുഗ്രഹം, നീയുമായി കണക്ട് ചെയ്യുന്നവർ നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. പൊത്തിഫറയുടെ വീട്ടിൽ യോസഫ് കയറി ചെന്നപ്പോൾ, because of Joseph, God blessed the house of Potiphar. പൊത്തിഫറയുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഓ, ഇന്ന് പകൽക്കാലം ഈ ദൂതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ജൂൺ മാസത്തിൽ ഒരു ഉറവയുമായി നീ ആ ഡിപ്പാർട്ട്മെന്റിൽ കാല് വെക്കുമ്പോൾ, ആ ഉറയുമായ സ്കൂളിൽ പോകുമ്പോൾ, ഹേ കുട്ടികളെ, ആ ഉറയുമായി ആ ക്ലാസ്സിൽ നീ ഇരിക്കുമ്പോൾ, നീ നിമിത്തം നീയുമായി കണക്ട് ചെയ്തവർ അനുഗ്രഹിക്കപ്പെടുകയാണ്. കരങ്ങളിൽ അടിച്ചറുക്കപ്പെട്ട കുഞ്ഞാടേനെ മഹത്വം കൊടുത്തേ. അഞ്ച് മിനിറ്റ് നിർത്തി. ഈ ഉറവ ഒഴുകിയാൽ എന്തോ സംഭവിക്കും? അകത്തിരിക്കുന്ന ഉറവ കാര്യസ്ഥനാണ്, അകത്തിരിക്കുന്ന ഉറവ ഉപദേശിക്കുന്നവനാണ്, അകത്തിരിക്കുന്ന ഉറവ സ്തോത്രം മൈക്രോസോഫ്റ്റ് പൊട്ടിയാലും പൊട്ടാത്ത മെമ്മറി പവർ തരുന്നവനാണ്. ഓ കമാൺ, ആരെങ്കിലും തുള്ളിച്ചാടുമെന്ന് ഞാൻ വിചാരിച്ചു. അകത്തിരിക്കുന്ന ഉറവ സ്തോത്രം തെറ്റിപ്പിക്കാതെ നടക്കേണ്ടെന്നുള്ള സകല സത്യത്തിലും എന്നെ നടത്തുന്നവനാണ്. അകത്തിരിക്കുന്ന ഉറവ CNN, ABC, NBC, മനോരമ, ഏഷ്യാനെറ്റ് പറയുന്നതിന് മുൻപേ വരാനുള്ള കാര്യം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നവനാണ്. അകത്തിരിക്കുന്നതായ ഉറവ കത്തോലിക്കനെയോ പ്രൊട്ടസ്റ്റന്റിനെയോ അല്ല, സഭയുടെ നാഥനാകുന്ന യേശുവിനെ മഹത്വപ്പെടുത്തുന്നവനാണ്. അകത്തിരിക്കുന്നതായ ഉറവ ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ സൂപ്പർ നാച്ചുറലി ചെയ്യേണ്ടതിനെ മുഴുവൻ ചെയ്യുവാൻ നിന്നെ എംപവർ ചെയ്യുന്നവനാണ്. അകത്ത് ആ ഉറവയുണ്ടെങ്കിൽ പുറത്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. കമോൺ കമോൺ, ഒരിക്കൽ കൂടെ കേൾക്കുന്നോ? മനസ്സിലാകുന്നോ? പ്രാപിക്കുന്നോ? കഥ പറയാനല്ല ഞാൻ നിൽക്കുന്നത്, കുറച്ച് ഇൻഫർമേഷൻ അല്ല, ലൈഫ് മാറുകയാണ്. രണ്ടുപേരെ തൊട്ട് പറ, ഞാൻ മാറുകയാണ്. പറ യെസ്. വേറൊരാളിനെ തൊട്ട് പറ, ഞാൻ അറിയാതെ ഞാൻ മാറുകയാണ്. പറഞ്ഞാട്ടെ, പറ 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 പറ, ഞാൻ അറിയാതെ ഞാൻ മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വർഷത്തിന് 6 മാസത്തിൽ പ്രവേശിച്ചു. ഡിസംബർ 31 നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് ഒന്ന് ഒരു സാക്ഷ്യം പറയും, ഞാൻ മാറിയതല്ല, അവൻ എന്നെ മാറ്റിയതാണ്. ഞാൻ മാറിയതല്ല, അവൻ എന്നെ മാറ്റിയതാണ്. ആടുക പ്രാർത്ഥന മാറുന്നു, ആടുക ആരാധന മാറുന്നു, ആടുക സുവിശേഷ വേല മാറുന്നു, ആരാ ശുശ്രൂഷ മണ്ഡലങ്ങൾ മാറുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞേ. അകത്തുറവയുണ്ടെങ്കിൽ പുറത്തൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. എന്തിനാ 19 വാക്യം വരെ വായിപ്പിച്ചേ? അതിലുള്ള എല്ലാം പറയാൻ നേരമില്ല, കാരണം കത്തുമേശയുണ്ട്. വാച്ചെന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ഇത് കണ്ടുപിടിച്ചവൻ 2 പ്രാവശ്യം മാനസാന്തരപ്പെട്ടാലേ മേലെ കാണത്തുള്ളൂ. ഒന്ന് അവൻ്റെ പാപത്തിന് വേണ്ടി, രണ്ടാമത് ഇങ്ങനെ ഒരു കുന്ത്രാണ്ടം കണ്ടുപിടിച്ചതുകൊണ്ട്. എല്ലാ വാച്ചും നിൽക്കട്ടെ, നമുക്ക് തുടരാം. അകത്ത് ഉറവയുണ്ടെങ്കിൽ
പുറത്ത് റിസൾട്ടുണ്ട്. എല്ലാ വീടുകളിലും റിസൾട്ട് വെളിപ്പെടാൻ പോവാ. ബ്രദർ, എല്ലാ ബിസിനസിനും റിസൾട്ട് വെളിപ്പെടാൻ പോവാ. ഹേ കുട്ടി, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ട് നിന്റെ അധ്യാപകർ ഞെട്ടാൻ പോവാ. കാരണം 3 പേരെ തൊട്ട് പറ, പെട്ടെന്ന് പറ, ഉറവകൾ തുറക്കുകയാണ്. പെട്ടെന്ന് ഉറവകൾ തുറക്കുകയാണ്. ഉറവകൾ തുറക്കുകയാണ്. ഉറവ തുറന്നാൽ നിന്റെ അകത്ത് മാത്രമല്ല, നിന്റെ പുറത്ത് അതിന്റെ റിസൾട്ട് വെളിപ്പെടും. ഏതോ പ്രാസംഗികൻ പറയും പുറമേ ഒന്നും നടക്കത്തില്ല, അകത്ത് മാത്രം, അകം മാറിയ. നോ, എന്റെ കർത്താവ് അകത്തും ദൈവമാണ്, അവൻ പുറത്തിന്റെയും ദൈവമാണ്. എടോ, അകത്ത് ഉറവ തുറന്നാൽ പുറത്ത് വെളിപ്പെടും. നെഹമ്യ 3:15 നെഹമ്യ 3:15 വേദപുസ്തകം പറയുന്നു, ഉറവുവാദി മിസ്പാദേശത്തിന്റെ പ്രഭുവായ ഹോൽസയുടെ മകനായ ശലൂൻ അറ്റകുറ്റം തീർത്തു. ആരും വായിക്കുന്നില്ലല്ലോ കർത്താവേ, എന്നെ എല്ലാവരും കൈവിട്ടപ്പ അവൻ അത് പണിത് മേച്ചൽ കഴിച്ച് കതകം ഓടാമ്പലും അന്താഴം ഇളക്കി അടുത്ത പാദം ശക്തിയോടെ വെട്ടിപ്പൊട്ടുന്നത് പോലെ പറ, രാജോദ്യാനത്തിൻ്റെ. രാജാവിന് ഒരു ഉദ്യാനമുണ്ട്. ഉറവ തുറന്നാൽ രാജാവിന് ഒരു ഉദ്യാനമുണ്ട്. യെസ്, ഉറവവാതിലെ, ഉറവവാതിലെ, ഹേ ഉറവവാതിലെ, നിന്റെ ചുറ്റുപാട് നോക്കിയ മരുഭൂമി അല്ല. നിന്റെ അടുത്തൊരു ഉദ്യാനം. ദാറ്റ് മീൻസ് ഒരു ഗാർഡൻ, ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം. രാജാവിൻ്റെ സ്തോത്രം, അതെ ഉദ്യാനം. തിരുവചനം പറയുന്നു, യെസ് സ്തോത്രം, അതെ രാജാവിൻ്റെ ഉദ്യാനം. സ്തോത്രം, അവിടെ ഒരു ഉദ്യാനം, ഒരു ഗാർഡൻ ഉണ്ടായിരിക്കും. മനസ്സിലായ ആമേൻ പറഞ്ഞാട്ടെ. In the name of Jesus. Hallelujah. നിന്റെ ലൈഫിൽ ഒരു ഉറവ തുറന്നാൽ മുളയ്ക്കാത്തത് മുളച്ചിരിക്കും. ആ 4ാമത്തെ ലൈനിൽ ഇംഗ്ലീഷിൽ നോക്കിയ 4-5 ലൈന് കിങ്സ് ഗാർഡൻ. 2 പേരെ തൊട്ട് പറ, രാജാവിന്റെ തോട്ടം. പെട്ടെന്ന് പറഞ്ഞേ, രാജാവിന്റെ തോട്ടം. നിന്റെ ലൈഫിനരികിൽ ഒരു രാജാവിന്റെ തോട്ടം ഉണ്ടായിരിക്കും. അർത്ഥം, സഭ ഒരു തോട്ടമാണ്. പല തോട്ടങ്ങളുണ്ട്. സഭ ഒരു തോട്ടമാണ്. വേദപുസ്തകം പറയുന്നു പല തോട്ടങ്ങളുണ്ട്. സ്തോത്രം, അതെ ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടം. ഏദൻ തോട്ടം. ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞേ. ഗദശമന തോട്ടം, ഗദശമന തോട്ടം. വീണ്ടും തോട്ടമുണ്ട്. അരിമത്തയിലെ യോസഫിന്റെ കല്ലറയിൽ യേശു കർത്താവ് അടക്കം ചെയ്യപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് അവിടെ ഉള്ള ഒരു തോട്ടം. സ്തോത്രം, പല തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയാം. സ്തോത്രം, തീർന്നില്ല. നിന്റെ ഉള്ളിൽ ദൈവം ഒരു ഉറവ തുറന്നാൽ നിന്റെ വീട് ക്ഷാമമല്ല, അതിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. വളരേണ്ടത് വളരും. ഞാൻ അല്പ പ്രോസ്പിരിറ്റി ആയിരിക്കും പറയുന്നത്, പക്ഷേ അതൊരു വാസ്തവമാണ്. വിടരേണ്ടത് വിടരും, നറുമണം ഒഴുകും, പച്ചിപ്പിന്റെ അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. വലത് കരങ്ങളെ ഉയർത്തി പറ, യേശുവിന്റെ നാമമഹത്വത്തിനായി. കേട്ടില്ല, ഒരിക്കൽ കൂടെ, യേശു കർത്താവിന്റെ നാമമഹത്വത്തിനായി എൻ്റെ ജീവിതം പച്ച പിടിക്കുക. കാര്യം എന്താ? ഉറവ തുറന്നാൽ കിങ്സ് ഗാർഡൻ, രാജാവിൻ്റെ ഉദ്യാനം ഉണ്ടായിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന ബിസിനസ്സുകൾ പച്ച പിടിക്കട്ടെ. അതെല്ലാം തുറന്ന് പച്ച പിടിക്കട്ടെ. യെസ് യെസ്, വിദ്യാഭ്യാസങ്ങൾ പച്ച പിടിക്കട്ടെ. സാമ്പത്തികമായ മണ്ഡലങ്ങൾ പച്ച പിടിക്കട്ടെ. പ്രൊഫഷൻ പച്ച പിടിക്കട്ടെ മക്കളെ. വരുമാനങ്ങൾ പച്ച പിടിക്കട്ടെ. പലിശ കടം കൊടുക്കുന്നത്, പലിശ കൊടുക്കുന്നത് ഈ ജൂൺ മാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. വേണ്ടേ? വട്ടി പലിശ കൊടുക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ലൈഫ് പച്ച പിടിക്കട്ടെ.
ഇൻ ജീസസ് നെയിം. തെരുവിൽ കറങ്ങുന്ന പേപ്പട്ടി വീട്ടിനകത്ത് കയറാത്തതുപോലെ ആവശ്യമില്ലാത്ത ഒരൊറ്റ കടം പോലും കോമ്പൗണ്ടിൽ കയറല്ല. ലൈഫ് പച്ച പിടിക്കുകയാണ്. രാജാവിൻ്റെ ഉദ്യാനം. ഒത്തിരി കാര്യം പറയാനുണ്ട്. 3:15 തന്നെ അവസാനത്തെ 4ാമത്തെ ലൈൻ വായിച്ചു ആട്ടെ. നീർപ്പാത്തിക്കെതിരെ കുളത്തിൻ്റെ മതിലും. ഏത് കൊള? ഇത് ഏത് കൊള? ഇംഗ്ലീഷിൽ നോക്കേ. സ്തോത്രം. ആൻഡ് ദ വാൾ ഓഫ് ദ പൂൾ ഓഫ് ഷിലോ. ഷിലോവ എന്നതാണ് യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിങ്ങൾ കാണുന്നതായ ഷിലോം എന്ന കുളം. മനസ്സിലായ? ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. നിങ്ങൾക്കറിയാം, പിറവിയിലെ കുരുടനെ കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് പിറവിയിലെ കുരുടനെ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. അറിയത്തില്ലേ, യേശു തുപ്പിയാലും ഒരു അത്ഭുതമാണ്. എടാ, തുപ്പലെ തുടച്ചു കളയാതെ വേറുള്ളവന്റെ ലൈഫിൽ ചെയ്യുന്നത് പോലെയല്ല നിന്റെ ലൈഫിൽ കർത്താവ് ചെയ്യുന്നത്. അത്ഭുതം വരുന്ന വഴിയേ തുപ്പൽ വഴിയാണ് അത്ഭുതം വന്നത്. തുടച്ചു കളയാതെ നീ പോയി ശിലോ എന്ന കുളത്തിൽ കഴുക്. ശിലോ എന്ന കുളത്തിൽ അവൻ കഴുകിയപ്പോ ഞാൻ ചോദിച്ചു, ഡാ കുർര എങ്ങനെയുണ്ട്? തിരിഞ്ഞു വന്നിട്ട് പുള്ളി പറയും, മേലാൽ എന്നെ കുർര എന്ന് വിളിച്ചു പോലെ. യേശു എന്നെ തുപ്പി സൗഖ്യമാക്കി. ശിലോഹം എന്ന കുളത്തിൽ കഴുകിയപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു. ശബ്ദം നിങ്ങൾ കേട്ട. എൻ്റെ കണ്ണ് തുറന്നു. ശിലോഹം എന്ന പദത്തിനർത്ഥം അയക്കപ്പെട്ടവൻ. ശിലോഹം എന്ന പദത്തിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. ഉറവ തുറന്നാൽ നിയോഗമുണ്ടെന്ന്. ഉറവ തുറന്നാൽ പട്ടണത്തിലൊരു നിയോഗം നിന്റെ മേലുണ്ടെന്ന്. ആർക്കും വേണ്ടേ? ഉറവ തുറന്നാൽ ആരും ചെയ്യാത്തത് ചെയ്യുവാൻ നിന്റെ കരത്തിന്മേലൊരു നിയോഗമുണ്ട്. ആ 2 കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. ആ 2 കരങ്ങളെ നന്നായി ഒന്ന് ഉയർത്ത്. നോക്കിയ സഹോദരന്മാർ, നോക്ക് ലീഡർഷിപ്പ്, നോക്ക് സൺഡേ സ്കൂൾ അധ്യാപകർ, നോക്ക് യൂത്ത് ലീഡേഴ്സ്, നോക്ക് കുഞ്ഞുങ്ങൾ, നോക്ക്. ഈ കരങ്ങളെ മേലൊരു നിയോഗമുണ്ട്. ഒരിക്കൽ കൂടെ, ഈ കരങ്ങളെ മേലൊരു ദൈവിക നിയോഗമുണ്ട്. ഒരു മന്ത്രത്തിന് ഇതിനെ കെട്ടുവാൻ കഴിയത്തില്ല. ഒരു പാരമ്പര്യത്തിന് ഇത് തടുക്കുവാൻ കഴിയത്തില്ല. ഒരു ഭൂതത്താനത് മറിച്ചു കളവാൻ കഴിയത്തില്ല. കർത്താവ് ഈ കരങ്ങളെ മേൽ നൽകിയിരിക്കുന്ന ഒരു ദൈവിക നിയോഗമുണ്ട്. ഉറവ തുറന്നാൽ ഒരു നിയോഗമുണ്ട്. 3:16 വായിക്കുമ്പോൾ 3:16 അടുത്ത വാക്യം വായിക്കുമ്പോൾ ഉറവ വാതിൽ തുറന്നാൽ. സ്തോത്രം. അതെ, ഉറവ വാതിൽ തുറന്നാൽ രാജാവിൻ്റെ ഗാർഡൻ ഉണ്ട്. അവിടെ ഒരു നിയോഗമുണ്ട്. നമ്പർ 3, ഉറവ വാതിൽ തുറന്നാൽ 3:16. അതിനപ്പുറം ബെസൂർ ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ അസ്ബുക്കിൻ്റെ മകൻ നെഹമ്യാവ് ദാവീദിൻ്റെ കല്ലറയുടെ നേരെയുള്ള സ്ഥലം വരെ. ശബ്ദമുയർത്തി പറഞ്ഞേ, ദാവീദിൻ്റെ കല്ലറ. യെസ്, ഉറവ തുറന്നാൽ പിതാക്കന്മാർ മരിക്കും, അവർ കല്ലറയിൽ കിടക്കും. പക്ഷേ മേലത്തെ ഉറവ നിന്റെ മേൽ തുറന്നാൽ, കഴിഞ്ഞ തലമുറയെ ദൈവം ഉപയോഗിച്ച അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ അനുഗ്രഹം, പൂർവിക അനുഗ്രഹം നിന്റെ മേൽ കടന്നു വരും. ഏറ്റെടുക്കണം. പൂർവികരുടെ അനുഗ്രഹം നിന്റെ മേൽ ഒഴുകും. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് ഇന്ന് പകൽക്കാലം പൂർവികരുടെ ക്യാൻസർ നിനക്ക് വരുമെന്നല്ല, പൂർവികരുടെ രോഗം നിനക്ക് വരുമെന്നല്ല, ആ പാരമ്പര്യ ശാപം ഒന്നും നിനക്കുള്ളതല്ല. കേട്ടവർ ശക്തിയോടെ ആമേൻ പറഞ്ഞാട്. കേട്ടില്ല? ഒരിക്കൽ കൂടെ. പകരം പൂർവികരുടെ അനുഗ്രഹം നിനക്കുള്ളതാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ നോട്ടിൽ ഞാൻ എഴുതിയത്, പൂർവികരുടെ അനുഗ്രഹം മരിക്കുന്നില്ല, പൂർവികരുടെ ശുശ്രൂഷ മരിക്കുന്നില്ല. എവിടെയെങ്കിലും അപ്പച്ചന്മാരെ ദൈവം ഉപയോഗിച്ചു, എവിടെയെങ്കിലും അമ്മച്ചിമാർ പ്രാർത്ഥിച്ചു, എവിടെയെങ്കിലും മാതാക്കൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്നു എന്ന് പറയുന്നെങ്കിൽ, അബ്രഹാം മരിച്ചു. സ്തോത്രം. ആ കിണറിനെ മണ്ണിട്ട് മൂടുവാൻ ഫെലിസ്ത്യൻ ശ്രമിച്ചു. എന്നാൽ മണ്ണിനെ മാറ്റിയപ്പോൾ പഴയ ഉറവ തുറന്നതുപോലെ മണ്ണ് മാറ്റിയപ്പോൾ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നതായ ഉറവ തുറന്നതുപോലെ ശുശ്രൂഷകളുടെ, അഭിഷേകത്തിന്റെ, രോഗശാന്തിയുടെ, വ്യാഖ്യാനത്തിന്റെ, പ്രവചനത്തിന്റെ ഉറവകൾ തുറന്നു വരട്ടെ.
3 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഉറവകൾ തുറക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, ഉറവകൾ തുറക്കുകയാണ്. ഉറവകൾ തുറക്കുകയാണ്. ദാവീദിന്റെ കല്ലറയുടെ നേരെയുള്ള സ്ഥലം വരെയും, നെഹെമ്യാ 3:16 തുടരുന്നു. ദാവീദിന്റെ കല്ലറയുടെ നേരെയുള്ള സ്ഥലം വരെയും, വെട്ടിക്കുടിച്ച കുളം വരെയും. അതെനിക്ക് വിവരിക്കാൻ നേരമില്ല, വേറൊരു പ്രസംഗമാണ്. വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു. നല്ല മതം എനിക്ക് പറയാൻ, വീരന്മാരുടെ ആകാരം. ഹേ, വാട്ട് ഈസ് ദാറ്റ്? വീരന്മാരുടെ ആകാരം. unto the house of mighty men. unto the house of mighty. that means സ്തോത്രം, ശക്തന്മാരുടെ വീട് വരെയും ആ മതിലിൻ്റെ പണി തുടരുകയാണ്. ശക്തന്മാരുടെ വീട് വരെയും. ഞാൻ നിങ്ങളെ നോക്കിയേ, എന്നെ നോക്കിയേ, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ശക്തന്മാർ നമ്മുടെ ഇടയിൽ ഇരിക്കുക. ചിലരല്ല, എല്ലാം. ഇതിനകത്ത് ഒന്നുപോലും അശക്തരല്ല. അടുത്തിരിക്കുന്നവരെ തുടർന്ന് മുഖത്ത് നോക്കി പറ, എന്റെ കാര്യ പറഞ്ഞ പറ. ശക്തന്മാരുടെ വീട് വരെയും. ആരാ ഈ ശക്തന്മാർ? ഞാൻ വായിച്ചു നോക്കി, റെഫർ ചെയ്ത് നോക്കി, ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ഉറവ തുറന്നാൽ ശക്തന്മാരുടെ വീട് വരെയും. അർത്ഥം, ഉറവ തുറന്നാൽ ശക്തന്മാരായി. ആരാണ് ഈ ശക്തന്മാർ? അവരാണ് ദാവീദിന്റെ മൈറ്റി മെൻ. അയ്യോ, എനിക്കൊന്ന് പ്രസംഗിച്ചാൽ കൊള്ളുന്നുണ്ട്. മൈറ്റി മെൻ ഓഫ് ഡേവിഡ്. 2 ശമൂവേൽ 23-ാം അധ്യായത്തിലാണ് മൈറ്റി മെൻ ഓഫ് ഡേവിഡ്. HW വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുക. എല്ലാം സ്പോൺസ് ഫീഡിങ് അങ്ങനെ അറിയണ്ട. നോട്ട് എഴുതാൻ വേണ്ടി വന്നിരിക്കുക. 2 കാര്യം മാത്രം പറയാം. മൈറ്റി മെൻ ഓഫ് ഡേവിഡ്. ഒരൊറ്റയെണ്ണം മൈറ്റി മെന്നായി ജനിച്ചതല്ല. ഒരിക്കൽ കൂടെ, ഒരൊറ്റയെണ്ണം മൈറ്റി മെന്നായി ജനിച്ചതല്ല. അപ്പം മോശം, അമ്മ ശരിയല്ല, വീട് മോശം. ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത്? ജീവിതം തുടങ്ങിയത് കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, ബാക്കി പറ, സന്തുഷ്ടിയില്ലാത്തവർ. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ. ശമൂവേൽ രഹസ്യത്തിൽ വന്ന് നാട്ടിൽ ആരെയും അറിയിക്കാതെ അഭിഷേകം ചെയ്ത 17 വയസ്സ് പ്രായമുള്ളവർ ദാവീദുമായി അവരങ്ങ് കണക്ട് ചെയ്തു. ആരാണ്? കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയുള്ളവർ. അഭിഷിക്തനുമായി കണക്ട് ചെയ്തപ്പോൾ എവിടെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു. ഓ ഗ്ലോറി. ആരെങ്കിലും വന്ന് പ്രസംഗിക്ക്. ഞാനൊന്ന് നൃത്തം ചെയ്യട്ടെ. തോറ്റവന്റെ കൂടെയല്ല ഞാൻ നടക്കാൻ ആഗ്രഹിക്കുന്നത്. പാപം ചെയ്യുന്നവന്റെ കൂടെയല്ല ഞാൻ നടക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അഭിഷിക്തന്റെ കൂടെ നടക്കുമ്പോ എൻ്റെ കടം മാറും, എൻ്റെ ഞെരുക്കം മാറും, എൻ്റെ നിരാശ മാറും. അതേ മൈറ്റി മാൻ, ശക്തന്മാരുടെ കൂട്ടത്തിൽ ഞാനുമായി തീര്. കമോൺ, ആരെങ്കിലും ആമേൻ പറഞ്ഞേ. ഉറവ തുറക്കുന്നു. നിന്റെ അപ്പന് കഴിയാത്ത, നിന്റെ അമ്മയ്ക്ക് കഴിയാത്ത, നിന്റെ വീട്ടിൽ ജീവിച്ചിരുന്ന വേറെ ആർക്കും കഴിയാത്തത് നിന്നിലൂടെ പുറത്തെടുത്ത് നിന്നെ ശക്തനാക്കാൻ, ശക്തി മതിയാക്കുവാൻ ഉറവ തുറന്നിരിക്കുന്നു. 2 ശമൂവേൽ 23 വേദപുസ്തകം പറയുന്നത്, ഹിമക്കരടിയെ ഇതിൽ ചിലരാണ് പോയി കൊന്നത്. മിക്കവാറും ഹെർമോന്യ പർവ്വതത്തിലായിരിക്കാണ് സാധ്യത. കാരണം ഹെർമോന്യ പർവ്വതത്തിലാണ് സ്നോ ഉള്ളത്, മഞ്ഞുള്ളത്. ഒറ്റക്കൊരുത്തൻ പോയി ഹിമക്കരടിയെ കൊന്നു. സ്തോത്രം. ഉറങ്ങിയിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം. ഗോലിയാത്തിന് 4 സഹോദരന്മാരുണ്ടായിരുന്നു. 4 സഹോദരന്മാരെ കേക്ക്, 4 സഹോദരന്മാരെ ഈ മൈറ്റി മെൻ സ്തോത്രം കൊന്നുകളഞ്ഞു. ഈ ശക്തന്മാർ കൊന്നുകളഞ്ഞു. അതുവരെയും ദേശത്ത് മല്ലന്മാരുണ്ടായിരുന്നു. പക്ഷെ പണ്ട് ഞെരുക്കമായിരുന്നു, പണ്ട് കടമായിരുന്നു, പണ്ട് നിരാശയായിരുന്നു. പക്ഷെ ദാവീദിന്റെ കൂടെ ഇവർ നടന്നപ്പോ ഇവർ ശക്തന്മാരായി. ഇന്നു മുതൽ, ഞാൻ നിർത്തി, ഇന്നു മുതൽ നിന്റെ ജീവിത നിലവാരം ഒരിക്കവിടെ ഇന്നു മുതൽ നിന്റെ ജീവിത നിലവാരം മാറുകയാണ്. കാരണം ഉറവ തുറന്നിരിക്കുന്നു. ദാവീദിന്റെ മൈറ്റി മാൻ.
ഞാൻ നിർത്തി. സ്തോത്രം. 19 വാക്യം, നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19 വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ അപ്പുറം മിസ്പ പ്രഭുവായ യോശുവയുടെ മകൻ ഏസർഗോഡിലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിൻ്റെ നേരെ. എല്ലാവരും പറഞ്ഞാട്ടെ, ആയുധശാല. സ്തോത്രം. ഞാൻ നിർത്തി. ഉറവ തുറന്നാൽ നിൻ്റെ ജീവിതം ഒരു ആയുധശാലയായിരിക്കും. ഞാൻ നിർത്തി. നിൻ്റെ ജീവിതം ഒരായുധശാലയാണ്. ഒന്നും തോന്നുന്നില്ലേ? ശത്രു പല ആയുധം എടുത്ത് നിന്നെ തലങ്ങും വിലങ്ങും വെട്ടിയതാണ്. നിന്റെ വീട് ചെതറാൻ, നിന്റെ ജീവിതം തുന്നം പാടാൻ ദുഷ്ടൻ പല ആയുധം എടുത്തതാണ്. എന്നാൽ ശത്രു ആയുധം ഓങ്ങിയ വ്യക്തികൾ ഇന്ന് പകൽക്കാലം ശത്രുവിൻ്റെ നേരെ തിരിഞ്ഞെന്ന് പറയുന്നു, മതി, എനിക്കെതിരെ വരുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കയില്ല. കാരണം എന്തെന്നറിയോ? എൻ്റെ ദൈവം ഇപ്പോൾ ദുഷ്ടനെ തകർക്കാൻ ഒരു ആയുധമാക്കിയിരിക്കുക. ഓ ഗ്ലോറി. ശത്രുവിനെ തകർക്കുവാൻ നിന്റെ ലൈഫ്, നിന്റെ ജീവിതം ഒരായുധമാണ്. വീരന്റെ കയ്യിൽ അസ്ത്രമാണ് നിന്റെ മക്കൾ. എല്ലാ മാതാപിതാക്കൾ ആമേൻ പറഞ്ഞേ. നീ ഒരായുധമാണ്, നിന്റെ മക്കൾ ഒരായുധമാണ്. ഒരിക്കൽ കൂടെ, നീ ഒരായുധമാണ്, നിന്റെ മക്കൾ ആയുധമാണ്. അങ്ങനെയെങ്കിൽ നിന്റെ വീട്ടിന്റെ പേര് ദൈവത്തിന്റെ ആയുധപുരയാണ്. ഓ, കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിക്കുക. അങ്ങനെയെങ്കിൽ നിന്റെ വീട് ദൈവത്തിന്റെ ആയുധപുരയാണ്. In the name of Jesus, whether you believe it or not, നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഈ കാലഘട്ടത്തിൽ നിന്നിലൂടെ, നിന്റെ ഭവനത്തിലൂടെ ദുഷ്ടന് ഒരുപാട് ഡാമേജ് ഉണ്ടാകാൻ പോവാ. നിന്നിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ ശത്രുവിന് ഒത്തിരി ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ. നീ പട്ടുപോകത്തില്ല, നീ വരണ്ടു പോകത്തില്ല. നീ രാജാവിൻ്റെ തോട്ടത്തിലാണ്. തക്ക കാലത്ത് പുഷ്പം വിടരും, ഫലം കായ്ക്കും. യെസ്, നീ രാജാവിൻ്റെ തോട്ടത്തിലാണ്. നിന്റെ മേലൊരു ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. പിതാക്കന്മാരുടെ അനുഗ്രഹവും അവകാശവും നീ ചുമക്ക്. നല്ലൊരു ആമേൻ കേട്ടാണ്. പിതാക്കന്മാരുടെ കാലത്ത് മാത്രമല്ല, നിന്റെ കാലത്ത് അനുഗ്രഹം ഉണ്ടെന്ന്, നിന്റെ കാലത്ത് ശുശ്രൂഷയുണ്ടെന്ന്, നിന്റെ കാലത്തും അഭിഷേകമുണ്ടെന്ന്, നിന്റെ കാലത്തും അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി ഉണ്ടെന്ന് ദേശം അറിയുക തന്നെ ചെയ്യും. കേട്ടവർ ആമേൻ പറഞ്ഞേ. നീ ഒരു ശക്തനാണ്. You are the mighty man, mighty woman of God. You are the mighty warrior in Jesus' name. നിന്റെ വീട് ദുഷ്ടന്റെ യുദ്ധക്കളമല്ല. ഒരിക്കൽ കൂടെ, നിന്റെ വീട് ശത്രുവിൻ്റെ യുദ്ധക്കളമല്ല. ഈ ദൂത് ഞാൻ അങ്ങ് തന്നു വിടുക. കേൾക്കട്ടെ, കേൾക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് അകലമില്ല. നിന്റെ ലീവിംഗ് റൂമിൽ ഇറങ്ങി നിന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഇന്ന് പകൽ പ്രഖ്യാപിക്കുകയാണ്, ഇത് ശാപത്തിൻ്റെ കളമല്ല ഈ വീട്. യെസ്, യെസ്, ഈ വീട് ദുഷ്ടന്റെ യുദ്ധക്കളമല്ല. ഇത് ഭിന്നതയുടെ സ്ഥലമല്ല. ഇത് മന്ത്രവാദ പുരയല്ല. ഇത് ആഭിചാര കേന്ദ്രമല്ല. ശത്രുവിന്റെ ആയുധം. ഓ ഗ്ലോറി. കരങ്ങളെ അടിച്ച് ആരാധിക്കുക. സംതിങ് ഈസ് ഹാപ്പനിങ്. ചില വീടുകളിൽ ചിലതെല്ലാം ഇന്ന് പകൽക്കാലം തീ പിടിച്ച് എരിയുന്നു. കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ആരാധിക്കുക. യെസ്, 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 യെസ്. ഉറവ തുറക്കുന്നു, ഉറവ തുറക്കുന്നു. അതുകൊണ്ട് ആത്മാവിലൊരു തഴപ്പ്, 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 തഴപ്പ്. പച്ചയോടെ പുഷ്ടിയോടെ, പുഷ്ടിയോടെ പച്ചയോടെ, പച്ചയോടെ പുഷ്ടിയോടെ. കരങ്ങൾ അടിച്ച്, കണ്ണുകൾ അടച്ച്, ശക്തിയോടെ
സ്വർഗീയ ഭാഷകൾ സംസാരിച്ച് ആത്മാവിലൊരു പുഷ്ടി വെളിപ്പെടട്ടെ. ആ ഓൺലൈനായിരിക്കുന്നവർ ആത്മാവിന്റെ പുഷ്ടി ഏറ്റെടുത്ത് mighty man, mighty woman, mighty man, mighty woman. കരങ്ങൾ കടിച്ച് പിതാക്കന്മാരുടെ നന്മ, മാതാക്കളുടെ നന്മ. Yes, yes. Weaponry family, weaponry family. ദൈവത്തിന്റെ ആയുധങ്ങൾ ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ.